ओम शांति। मेरा ये अनुभव है कि जब मैं बाबा के किसी भी बच्चे से मिलती हूँ तो मुझे जैसे बाबा से मिलकर ये अनुभूति होती है कि कल्प के बिछड़े हुए आके मिले हैं। तो जब मैं किसी भी ब्राह्मण आत्मा को देखती हूँ, मिलती हूँ, तो वही अपनेपन की फीलिंग आती है। ऐसा नहीं लगता है कि किसी अनजान से या नए से मिल रहे हैं। बहुत ही एक जो कहते हैं ना, एक डीप, ऐसा लगता है वो पुराना कोई संबंध है, वो आकर के हम मिले हैं। तो वो फीलिंग मुझे हमेशा हर ब्राह्मण आत्मा से आती है। ദീദി പറഞ്ഞത് ഇതാണ്, അതായത് ഞാൻ എപ്പോഴും അനുഭവം ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ഏതുപോലെ നമ്മൾ ബാബയെ ആദ്യമായിട്ട് മിലനം ചെയ്യുമ്പോൾ നമുക്ക് ആ അനുഭവം ഉണ്ടാകാറുണ്ട്. കൽപ്പം നമ്മൾ ഏതുപോലെ ബാബയെ മിലനം ചെയ്തു, അതുപോലെ ഇപ്പൊ വീണ്ടും ഞാൻ ബാബയെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ബ്രാഹ്മണ പരിവാരമാണ്. ഇവിടെ ഓരോ ബ്രാഹ്മണ ആത്മാവിനെ കാണുമ്പോഴും ആദ്യമായിട്ട്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആത്മാവായിരിക്കാം, പക്ഷെ എന്നാൽ പോലും ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്നുള്ള ഫീലിംഗേ എനിക്ക് ഉണ്ടാവാറില്ല. പകരം എനിക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് ഇതാണ്, എല്ലാ കൽപ്പത്തിലും ഈ ആത്മാവ് എൻ്റെ വളരെ അടുത്ത സംബന്ധത്തിൽ, ഏതോ ഒരു പഴയ സംബന്ധത്തിൽ, അത്രയും ക്ലോസ് ആയിട്ടുള്ള ആ ഒരു സംബന്ധത്തിൽ ആത്മാവാണ് എന്നുള്ള ഫീലിംഗ് ആണ് എനിക്ക് ഉണ്ടാകാറ്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ എന്ന് തോന്നാറുണ്ട്. फिर भी परिचय के लिए मैं छोटा सा अपना अनुभव सुना देती हूँ कि कैसे ज्ञान में आए और कैसे बाबा मिला। वही हमारा सबसे बड़ा परिचय होता। तो मैं ज्ञान में 16-17 साल की थी, तभी ज्ञान में आई थी। मैं लंबा बोलूँ छोटा बोलूँ? इतना लंबा भी नहीं, इतना छोटा भी नहीं। अच्छा, इतना ठीक है अभी? हाँ जी जी जी। अच्छा अच्छा। 16-17 വയസ്സിലാണ് ജ്ഞാനത്തിൽ വന്നത്. അപ്പൊ ദീദി തന്റെ പരിചയം നൽകുകയാണ്. ജ്ഞാനമാർഗത്തിൽ നമ്മുടെ പരിചയം നൽകുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണല്ലോ. അപ്പൊ ജ്ഞാനത്തിൽ വന്നപ്പോൾ 16-17 വയസ്സായിരുന്നു. लौकिक में हमने जो पढ़ाई पढ़ी, मैं लौकिक में सॉफ्टवेयर इंजीनियर हूँ, तो 89 में मैंने ये पढ़ाई पढ़ी थी. ലൗകികത്തിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. 1989 इंजीनियरिंग पास आयद. और उससे कुछ साल पहले मुझे बाबा का परिचय मिला था. लौकिक माता निमित्त बनी थी मुझे बाबा का परिचय देने के. ലൗകിക അമ്മയാണ് ബാബയുടെ പരിചയം കിട്ടാൻ നിമിത്തമായത്. അപ്പോൾ 89 കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്ക് ബാബയുടെ ജ്ഞാനം കിട്ടിയിരുന്നു. और जब बाबा की बनी, और क्योंकि उस समय लेट 80s में कंप्यूटर इतना इंडिया में फेमस नहीं था, इतने लोग नहीं जानते थे, और यज्ञ में भी करुणाबाई जी के ऑफिस में एक कंप्यूटर होता था, ग्रीन स्क्रीन, HCL, BGP. 80s കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ഒന്നും അത്ര പോപ്പുലർ ആയിട്ടില്ല. യജ്ഞത്തിലാണെങ്കിലും കരുണാഭായിജിയുടെ ഓഫീസിൽ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു സിസ്റ്റം, ഒരു കമ്പ്യൂട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. और उस समय मैं हर साल मधुबन बाबा मिलन में जाती थी. तो ये 89 की बात है. मैं बाबा मिलन के लिए मधुबन गई थी. ओम शांति भवन में मुरली क्लास हुई, और मुरली क्लास के बाद ये सेवा का पाठ खुला. मेरा ज्ञान मिला, सेवा का पाठ कैसे खुला वो बताती. तो मुरली क्लास के बाद अनाउंसमेंट हुआ कि सभा में कोई ऐसा बैठा है जिसको कंप्यूटर आता है. 89 में पूछा गया क्लास में, और मुझे नहीं मालूम, मैं तो बहुत नई थी और इतना किसी को जानती भी नहीं थी दीदियों के अलावा. तो मेरा हाथ ऐसे लगा किसी ने पकड़ के खड़ा कर दिया है, और मेरा हाथ ऐसे खड़ा हो गया. और वो दिन जो है मेरा सेवा का पाठ
खुला। 89-ലാണ് ആദ്യമായിട്ട് ബാബയെ കാണാൻ വേണ്ടിയിട്ട് മധുബനിൽ പോയത്. ഓം ശാന്തി ഭവനിലാണ്. അപ്പോൾ മുരളി ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ അനൗൺസ്മെന്റ് ചെയ്തു, ഈ സഭയിലിരിക്കുന്ന ആർക്കെങ്കിലും കമ്പ്യൂട്ടർ അറിവുള്ളവരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ദീദി പറയാണ്, ഞാൻ ആദ്യമായിട്ടാണ് മധുബനിലേക്ക് എത്തിയത്, എനിക്ക് അങ്ങനെ ആരെയും പരിചയമൊന്നുമില്ല, കൊണ്ടുവന്ന സിസ്റ്റേഴ്സ് അല്ലാതെ. പക്ഷേ എനിക്ക് അങ്ങനെ അനുഭവം തോന്നി, ആരോ എൻ്റെ കൈ പിടിച്ച് ഉയർത്തുന്നത് പോലെ. ഇത് കേട്ടപ്പോൾ ഞാൻ തന്നെ കൈപൊന്തിച്ചു. അപ്പോൾ അന്ന് മുതലാണ് യജ്ഞത്തിലെ എൻ്റെ സേവനത്തിന്റെ പാർട്ട് ആരംഭിച്ചത്. तो उसके बाद से मधुबन में हर साल 1 महीना मधुबन रहना और सेवा में, जैसे किस किस का नाम लूँ, आनंद किशोर दादा, निर्भय भाई, जगदीश भाई, इन सब जो भी ऑफिस के काम करने के निमित्त बड़े हैं, उन सब के साथ बहुत ही क्लोज रहकर सेवा का बाबा ने चांस दिया. ദീദി പറയാണ്, അന്ന് മുതൽ വർഷത്തിൽ 1 മാസം മധുബനിൽ നിന്ന് സേവനം ചെയ്യുന്ന എൻ്റെ പാർട്ട് ആരംഭിച്ചു. അപ്പം എനിക്ക് അങ്ങനെ വലിയൊരു സൗഭാഗ്യമാണ് ലഭിച്ചത്. അതായത് യജ്ഞത്തിലെ മുതിർന്ന സീനിയർ ആയിട്ടുള്ള ഭായിമാര്, ആനന്ദ് കിഷോർ ഭായിജി, അതുപോലെ നിർവൈർ ഭായിജി, ജഗദീഷ് ഭായിജി, ഇവരുടെ എല്ലാം വളരെ അടുത്ത സമീപ സംബന്ധത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സേവനം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. उसके बाद जैसे करुणा भाई, मृत्युंजय भाई, माना सब जितने भी मधुबन में बड़े ऑफिस वाले, राजू भाई, सबके साथ हम सेवा में जुड़ते चले गए. तो ये सेवा का पार्ट, फिर दादियों, उनके कारण, सेवा के कारण दादियों के भी बहुत करीब आ गए. तो दादियाँ भी मिलाया जाता था कि दादी इसको ये, और कंप्यूटर आता है, ये सेवा करती है. तो सेवा ने यज्ञ की करीब लाया. मेन ये बात है कि बड़ों के क्लोज आ गए. മാത്രമല്ല മറ്റ് എവിടെയെല്ലാം ഓഫീസ് വർക്ക് ഉണ്ടായിരുന്നു, ആരുടെയെല്ലാം ഓഫീസിൽ, കരുണാബായിജി ആണെങ്കിലും മൃത്യുഞ്ജയ ബായിജി ആണെങ്കിലും അവരുടെ എല്ലാം ഓഫീസിൽ സേവനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. മാത്രമല്ല ദാദിക്ക് അറിയാമായിരുന്നു കമ്പ്യൂട്ടർ നോളേജ് ഉണ്ട് ദീദിക്ക് എന്നുള്ളത്. അതുകൊണ്ട് ദാദി തന്നെ എല്ലാവരുടെ അടുത്തും പറയുമായിരുന്നു, യജ്ഞത്തിൽ കമ്പ്യൂട്ടർ അറിയാം, അതുകൊണ്ട് സേവനത്തിന് ഉപയോഗിച്ചോളൂ. അപ്പൊ അങ്ങനെ സേവനത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം ഉണ്ടായത് ഇങ്ങനെയാണ്, യജ്ഞത്തിന്റെ വളരെ സമീപത്തേക്ക് എല്ലാവരുടെയും സംബന്ധ സമ്പർക്കത്തിലേക്ക് വരാൻ സാധിച്ചു. एक साल में ही, 2 साल में ही मधुबन से निमंत्रण आ गया कि आप अपना जीवन सेवा में लगा दो, कि आपकी ज़रूरत है यज्ञ को और आप अपना जीवन समर्पित कर दो. तो ये मधुबन से सबका मेरे को निमंत्रण कहो वो आना शुरू हो गया. പിന്നീട് പതുക്കെ മധുബനിൽ നിന്ന് തന്നെ ദീദിക്ക് ആ ഒരു നിമന്ത്രണം കിട്ടി. അതായത് 2 വർഷം കഴിഞ്ഞപ്പോൾ, 1-2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ദീദിയുടെ അടുത്ത് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു, സേവനത്തിന് വേണ്ടി തൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും യജ്ഞത്തിൽ സമർപ്പിക്കാൻ തയ്യാറാണോ എന്നുള്ളത്. അപ്പം അങ്ങനെ അന്ന് മുതൽ യജ്ഞത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം സമർപ്പിച്ചു സേവനത്തിന്. अब जो नेक्स्ट स्टेप समर्पित का था, जैसे हाथ भी बाबा ने खड़ा कराया सेवा का, तो समर्पित भी बाबा ही कराया. मेरे में हिम्मत नहीं थी समर्पित जीवन जीने की, क्योंकि घर में लौकिक में छोटी थी सबसे और बहुत लाड प्यार से पली थी. तो ऐसे यज्ञ में जाकर रहने की मुझ में हिम्मत नहीं थी. ഇപ്പൊ ബാബ തന്നെയാണ് എന്നെ കൊണ്ട് എല്ലാ കാര്യം ചെയ്യിപ്പിച്ചത്. അന്ന് ഓം ശാന്തി ഭവനിൽ വെച്ചിട്ട് എൻ്റെ കൈ ഉയർത്തിയതും സേവനത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പണം ചെയ്യിപ്പിച്ചതും എല്ലാം ബാബയുടെ കരങ്ങളാണ്. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ യജ്ഞത്തിൽ സമർപ്പണ ജീവിതം നയിക്കാനുള്ള ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ ലൗകികത്തില് ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു യജ്ഞത്തിൽ സമർപ്പണമാകാൻ. പക്ഷെ ബാബ തന്നെ എല്ലാം ചെയ്യിപ്പിച്ചത്. कि लौकिक में फिर मैं जॉब भी करती थी और लौकिक में घर का माहौल जैसे बी के घर होता है, तो ऐसा कुछ बंधन नहीं था कि मैं
समर्पित हूँ। मैं वहाँ रह के भी बहुत सेवा कर रही थी, तो कभी संकल्प नहीं आता था कि मैं ऐसे सेंटर पे जाके सेवा करूँ। അതായത് ലൗകിക വീട് തന്നെ ബാബയുടെ വീട് പോലെ തന്നെയായിരുന്നു. ഞാൻ ലൗകികത്തിൽ ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു, വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ സേവനവും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഒരു ലൗകിക വീട്ടിലാണ് നിൽക്കുന്നത്, ഇവിടെ നിന്ന് ഇനി ഇങ്ങനെ വേറൊരു സെൻറ്ററിൽ പോയിട്ട് സമർപ്പണം ചെയ്യണം അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. വീട് തന്നെ സെൻറ്റർ പോലെ ആയിരുന്നു തോന്നിയിരുന്നത്. तो मधुबन ही निमित्त बना समर्पण के। मधुबन का निमंत्रण आता रहा मुझे। और एक बार जब मैं मधुबन सेवा के लिए गई हुई थी, वो सीज़न नहीं था, समर्स थे और जून जुलाई मास था, और उस समय मैं सेवा में मुझे विशेष बुलाया था, तो मैं सेवा में मधुबन गई थी। और जब मैं वहाँ गई और बाबा के कमरे में गई, और बाबा के कमरे में जाकर के मेरे अंदर स्वतः ही थॉट आया कि मुझे अपना जीवन समर्पित कर देना चाहिए, जैसे बाबा ने ही मेरे अंदर वो थॉट डाला। അപ്പം അങ്ങനെ ലൗകിക വീട്ടിൽ നിന്നുകൊണ്ട് സേവനം ചെയ്യായിരുന്നു. പക്ഷെ മധുബനിൽ നിന്ന് ഇങ്ങനെ കൂടെ കൂടെ ഇൻവിറ്റേഷൻ വന്നുകൊണ്ടിരുന്നു സമർപ്പണം ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു പ്രാവശ്യം ജൂൺ ജൂലൈ മാസത്തിൽ മധുബനിൽ നിന്ന് സേവനത്തിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സേവനത്തിന് വേണ്ടി മധുബനിൽ ചെന്നപ്പോൾ പാണ്ഡവ് ഭവനിൽ ബാബയുടെ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സങ്കല്പം വന്നു, എനിക്ക് ജീവിതം യജ്ഞത്തിൽ സേവനത്തിന് വേണ്ടി സമർപ്പണം ചെയ്യണം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അത് ബാബ തന്നെയാണ് എനിക്ക് ആ ഒരു തോട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയത്, ബാബ തന്നെ എന്നെ സമർപ്പണം ചെയ്യിപ്പിച്ചതാണ്. तो निमंत्रण तो था ही, तो मैंने जाके बोल दिया कि मैं समर्पित होना चाहती हूँ, कि बाबा ने निमंत्रण दे दिया आप तो और बाबा का निमंत्रण जैसे लगा मुझे, क्योंकि बाबा का विजन आया, बाबा मुझे कह रहा है सेवा में लगो। तो मैंने जाकर मधुबन में जो निमित्त थे उस समय, जो बुला रहे थे, गोलक भाई थे अकाउंट्स में, ये सब लोग मुझे कहते थे, तो मैंने कहा मैं अपना जीवन अब समर्पित करूँगी और मैं अब सेवा में लगना चाहती हूँ. അപ്പം ഞാൻ എവിടെ നിന്നാണോ എനിക്ക് ഇൻവിറ്റേഷൻ വന്നത്, അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതം സമർപ്പണം ചെയ്യാൻ തയ്യാറാണ്. കാരണം എനിക്ക് മനസ്സിലായി ബാബ തന്നെ ഡയറക്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ് നീ നിൻ്റെ ജീവിതം സമർപ്പണം ചെയ്യണമെന്ന്. അപ്പം അങ്ങനെ ഗോലക് ഭായി ആണ് വിളിച്ചത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. അപ്പം ഞാൻ റെഡിയായി എൻ്റെ ജീവിതം സമർപ്പണം ചെയ്യാൻ. और मैंने वहीं से ही दिल्ली में, तब तो मोबाइल्स नहीं होते थे, दिल्ली में मैं मेडिकल में जॉब करती थी, हॉस्पिटल में डॉक्टर्स थे। अगर आपने डॉक्टर दीपक चोपड़ा का नाम सुना हो तो उनके, दीपक चोपड़ा इज़ वेरी क्लोज टू मी, उनको मैं बहुत अच्छे से जानती हूँ, और उनके फादर के साथ मैं काम करती थी। तो दीपक चोपड़ा ये सब मेरे काफ़ी उनके साथ मेरा था। तो मैंने वहीं से उनको फ़ोन किया कि मैं रिज़ाइन कर रही हूँ। मधुबन से ही मैंने रेजिग्नेशन जॉब का दे दिया ऑन फोन. യജ്ഞത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സേവാധാരി ഡോക്ടറാണ് ഡോക്ടർ ദീപക് ചോപ്ര. അപ്പോൾ ദീദി ജോലി ചെയ്തിരുന്നത് അവരുടെ ഹോസ്പിറ്റലിലായിരുന്നു. ദീപക് ചോപ്ര ഭായിജിയുടെ അച്ഛൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ സമർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോൾ മധുബനിൽ തന്നെ അവരെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതം യജ്ഞത്തിൽ സമർപ്പണം ചെയ്യാൻ പോവുകയാണ്, ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. और उसके बाद मेरी समर्पण की, उसके कई बातें हैं, लेकिन उसके बाद मेरी समर्पित लाइफ शुरू हो गई और बाबा की सेवा में लग गई. और लगते लगते मधुबन में मैं 7-8 साल रही. फिर दिल्ली दोबारा वापस आई और दिल्ली में सिटी फूड सेंटर पे कुछ साल रही, 12 साल. और उसके बाद अभी एक और सेंटर है वो चलाती. लेकिन उसके अलावा ब्रिजबन भाई के साथ प्योरिटी मैगज़ीन पूरा 25 साल उनके साथ मिलकर बनाया. और जो विंग्स हैं दिल्ली के, जो भी बड़े प्रोग्राम होते तो उसको सारा कोऑर्डिनेट करना, उसको सारा करना, जैसे रेड फोर्ट पे होता और जो भी प्रोग्राम्स होते तो उसमें भाई साहब के साथ मिलके सभी सेवाएं करती हूँ.
അങ്ങനെ മധുബനിൽ ഒരു 7-8 വർഷം സേവനത്തിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചു വന്നു സേവനത്തിന് വേണ്ടി. ഡൽഹിയിലെ സിരി ഫോർട്ട് സെന്ററിൽ 12 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബ്രിജ്മോഹൻ ബായിജിയുടെ കൂടെ പ്യൂരിറ്റി മാഗസിൻ്റെ സേവനത്തിന് സഹയോഗിയായിട്ട് 25 വർഷക്കാലം ദീദി അവിടെ സേവനം ചെയ്തു. മാത്രമല്ല മറ്റ് വിങ്ങുകളുടെ പ്രോഗ്രാമുകളൊക്കെ വലിയ വലിയ രീതിയിൽ ഡൽഹിയിൽ റെഡ് ഫോർട്ട് ഗ്രൗണ്ടിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ കോർഡിനേഷനും എല്ലാ സേവനത്തിൻ്റെ സഹയോഗത്തിനും ദീദി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. बाकी कई विंग्स हैं जो मुझे सेवा बोलते हैं, एडमिनिस्ट्रेटिव विंग, रूरल विंग, पॉलिटिशियन विंग, इस तरह से जो भी विंग वाला जो भी सेवा बोलता है, इन ये 3 विंग के अलावा भी मैं वो सेवाएं करती हूँ. और विशेष जो इंटरनेशनल डे ऑफ योगा हम 21 जून सेलिब्रेट करते हैं, तो उसमें मिनिस्ट्री ऑफ आयुष में दिल्ली में गवर्नमेंट तो ब्रह्मा कुमारी योगा एक्सपर्ट कमेटी में है, तो वो सारा वहाँ पर मैं रिप्रेजेंट करती हूँ ब्रह्मा कुमारीज की तरफ से. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ വിങ്ങുകളുടെയും സേവനത്തിന് ദീദി തന്നെയാണ് സഹയോഗിയായിട്ട് ഡൽഹി സോണിൽ സേവനം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ടത് ഇപ്പോൾ ഇൻ്റർനാഷണൽ യോഗ ഡേയോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന പ്രോഗ്രാമിൽ ബ്രഹ്മകുമാരീസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ദീദി തന്നെയാണ് അവിടെ യോഗ ഡേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ബ്രഹ്മകുമാരീസിൻ്റെ ഈ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ദീദിയാണ് ഉള്ളത്. बाकी जो आपके साथ 5 दिन मिले हैं, तो उसमें जो पिछले 40 साल से मैं समझती हूँ हो गए ज्ञान में और बड़ों के अंग संग रहते हुए, तो कई कुछ सीखा, कई कुछ अनुभव हैं जो मैं बीच बीच में आपके साथ शेयर करती रहूँगी. അപ്പോൾ എൻ്റെ കഴിഞ്ഞ 40 വർഷത്തെ സമർപ്പണ ജീവിതത്തിൽ നിന്ന് ഞാൻ എന്തെല്ലാമാണോ മനസ്സിലാക്കിയത്, അനുഭവം ചെയ്തത്, അത് ഇനിയുള്ള ഈ 5 ദിവസത്തിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. लेकिन आज जैसे भट्टी का आपका पहला दिन है, साकार बाबा के समय से हम भट्टी कर रहे हैं. साकार बाबा ने हम सबको एक भट्टी का महत्व बताकर भट्टी शुरू करी. और मैं तो हमेशा एक बात, मेरे भट्टी जब आती तो मेरे माइंड में एक ही बात आती कि दादियों ने 14 साल भट्टी करी, हमको कम से कम 14 दिन तो करनी चाहिए. സാഗാര ബാബ ഉള്ളപ്പോൾ മുതൽ തന്നെ യജ്ഞത്തിൽ ഭട്ടി ആരംഭിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം സഗാര ബാബ എന്ന ബ്രഹ്മ ബാബ. അപ്പം നമുക്കറിയാം യജ്ഞത്തിന്റെ ആരംഭത്തിൽ ദാദിമാരെല്ലാവരും 14 വർഷക്കാലം ഭട്ടിയിൽ ഇരുന്നവരാണ്. അപ്പൊ ദീദി പറയാണ്, എനിക്ക് ഭട്ടി എന്ന് പറയുമ്പോൾ എപ്പോഴും ഈ സങ്കല്പം വരാറുണ്ട്, 14 വർഷം നമുക്ക് കിട്ടില്ലല്ലോ, അറ്റ്ലീസ്റ്റ് 14 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഭട്ടിയിൽ ഇരിക്കേണ്ടതാണ് എന്ന്. तो अभी जो हम 5 दिन भट्टी करेंगे, तो उसके लिए मैंने 5 कुछ पॉइंट्स निकाले हैं. पहले तो हम किसी भी काम को जब शुरू करते हैं तो उसके लिए प्रिपरेशन करना पड़ता है ना. जैसे आप लोग भी भट्टी में यहाँ आए हैं तो पूरा प्रिपेयर होकर आए होंगे ना. प्रिपेयर होकर आए. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തണമല്ലോ. അപ്പൊ ഞാനും ഈ ഭട്ടിക്ക് വന്നപ്പോൾ ഈ 5 ദിവസത്തിൽ എന്തെല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും, 5 പോയിന്റ് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളും ഭട്ടി അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോൾ ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ട് അല്ലേ വന്നിട്ടുള്ളത് ചോദിക്കുകയാണ് ദീദി. കൈ क्योंकि हम सब कुछ छोड़कर यहाँ भट्टी करने आए हैं. भट्टी का मतलब ही होता है परिवर्तन. भट्टी माना हमारे अंदर परिवर्तन आना चाहिए. എല്ലാം വിട്ടിട്ടല്ലേ നമ്മളിവിടെ ഭട്ടിക്ക് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഭട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ പരിവർത്തനം. ഭട്ടിയിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിവർത്തനം വരണം എന്നുള്ളതാണ്. तो बाबा कई बार हमें कहता है कि हर एक को अपना, पीछे भी बाबा ने कहा हर एक को अपनी कमजोरी मालूम है. हम सबको मैनेजमेंट में SWOT एनालिसिस कराते हैं. तो हम एक
इस भट्टी में एक टारगेट लेकर चलें कि मुझे अपने अंदर ये एक ही ले लीजिए, वो टारगेट लेकर चलें कि इस भट्टी के बाद मुझे अपने में ये चेंज लाना है. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഉള്ളിലുള്ള കുറവുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റേണ്ട സ്വഭാവങ്ങളുണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ഭട്ടിയിൽ നമ്മളൊരു ലക്ഷ്യം വെക്കണം. ഏതെങ്കിലും അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മൾ ആലോചിച്ചിട്ട് അത് ഈ ഭട്ടി കഴിയുന്നതോടുകൂടി ഞാൻ ആ സ്വഭാവത്തെ മാറ്റിയെടുക്കും എന്നുള്ള ഒരു ദൃഢസങ്കല്പം എടുക്കണം. तो अभी 10 सेकेंड, बाबा तो 5 सेकेंड की ड्रिल कहता है, मैं तो 5 सेकेंड में आप अपने अंदर वो टारगेट निकाल लीजिए कि मुझे इसमें, इस भट्टी में अपने में क्या चेंज लाना है, वो लिख लीजिए. टारगेट कोई वैल्यू है, दिनचर्या है, संस्कार है, एक निकाल लीजिए. അപ്പൊ ഇപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ഉള്ളില് അങ്ങനെ ഏതൊരു സംസ്കാരമാണ് മാറ്റേണ്ടതായിട്ടുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതൊന്ന് കണ്ടുപിടിച്ചിട്ട് ഇപ്പോ ഈ ഒരു 10 നിമിഷത്തിനുള്ളിൽ, 5-10 നിമിഷത്തിനുള്ളിൽ അതൊന്ന് ആലോചിച്ച് എഴുതൂ. ഏതാണ് ഞാൻ മാറ്റാൻ ആഗ്രഹിക്കുന്നത്? 5 സെക്കൻഡ് ഒന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ എഴുതൂ. അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്, അത് ഞാൻ മാറ്റിയെടുക്കും എന്നുള്ളത്. ओके, निकाल लिया सबने? उसको डबल अंडरलाइन कर लो कि ये मेरा, इसको डबल अंडरलाइन कर लो उस पॉइंट को. ആ എഴുതിയത് നിങ്ങൾ തന്നെ ഡബിൾ അണ്ടർലൈൻ ചെയ്യണം. അതാണ് നല്ല ദൃഢത ഉള്ളിൽ വരണം, ഞാനിത് എന്താണെങ്കിലും ചെയ്തിരിക്കും. हम लोग ज़्यादातर जो मैं आपको क्लासेस नहीं कराऊंगी, हम लोग मिलकर इस तरह से वर्कशॉप कोशिश करेंगे इंटरैक्टिव रहे, ताकि आप लोगों को 11 बजे नींद ना आए. ठीक है? नहीं तो नींद आने के चांसेस बहुत होते हैं ना. അപ്പൊ അങ്ങനെ ഞാൻ ഇരുന്ന് ക്ലാസ് എടുക്കാനല്ല വിചാരിക്കുന്നത്, നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാം, വർക്ക്ഷോപ്പ് മാതിരി ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഉറക്കവും വരില്ല. उसके अलावा जो मैंने 5 पॉइंट्स निकाले हैं, एक जर्नल है, उसमें जो फर्स्ट पॉइंट मैंने निकाला है कि क्योंकि आप घर गृहस्थ में रहते हैं तो कई बार दिनचर्या उतनी मेंटेन नहीं हो पाती है ना. तो ये जो भट्टी में आपको तन और मन की दिनचर्या बिल्कुल एक्यूरेट मेंटेन करनी है, एक्यूरेसी तन की भी और मन की भी. അപ്പൊ അതിൽ ആദ്യത്തെ പോയിന്റ്, 5 പോയിന്റ് ദീദി ആലോചിച്ചതിൽ ആദ്യത്തെ പോയിന്റ് പറയാണ്. അതായത് നിങ്ങൾ എല്ലാവരും ഗൃഹസ്ഥികളാണല്ലോ, അപ്പൊ പലപ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ ആ ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ ചിലപ്പോൾ ഒരു പ്രയാസം തോന്നിയായിരിക്കും. അപ്പോൾ ആദ്യത്തെ നമ്മളുടെ ഡിസ്കഷന്റെ ടോപ്പിക് ഇതാണ്, ദിനചര്യയിൽ എങ്ങനെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും റുട്ടീൻ ബാലൻസിൽ കൊണ്ടുവരാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഡെയിലി റുട്ടീനിൽ എങ്ങനെ ബാലൻസ് കൊണ്ടുവരാം. जैसे तन से तो अमृत वेले आएंगे, मन से भी आना है. ऐसा ना हो मन बेड पे हो और तन इधर हो, वो नहीं होना चाहिए. എക്സാമ്പിൾ, അമൃതവേള സമയത്ത് നമുക്ക് എന്താണെങ്കിലും ശരീരം കൊണ്ട് എഴുന്നേറ്റ് ഇരിക്കണം. അപ്പൊ അതേ സമയത്ത് മനസ്സിന്റെയും കൂടെ ഒരു സപ്പോർട്ട് വേണം. മനസ്സ് ഉറക്കത്തിലും ശരീരം കൊണ്ട് എഴുന്നേറ്റിരിക്കലും ആയാൽ ശരിയാവില്ലല്ലോ. അതാണ് ശരീരത്തിന്റെയും മനസ്സിന്റെയും ബാലൻസ് ഫുൾ ഡെയിലി റുട്ടീനിൽ എങ്ങനെ കൊണ്ടുവരാം. मन बेड पे समझे, कई लोग वेट करते रहते हैं 4:45 बजे तो जाके दोबारा सोए, तो वो मन बार बार बेड की तरफ जाता है कि अमृत वेला पूरा हो तो हम जा कर के दोबारा थोड़ा सो जाएं. तो वो नहीं होना चाहिए. मम्मा कभी अमृत वेले के बाद नहीं सोती थी. അതായത് മനസ്സ് ബെഡിന്റെ കിടക്കയുടെ അവിടേക്കൊക്കെ ആകർഷണം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അമൃതവേള കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് പോയിട്ട് കിടക്കാം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നത്. മമ്മ ഒരിക്കലും അമൃതവേള കഴിഞ്ഞിട്ട് കിടക്കുമായിരുന്നില്ല. അപ്പൊ ശരിക്കും നമ്മൾ അമൃതവേള കഴിഞ്ഞാൽ കിടക്കാൻ പാടില്ല. പക്ഷെ മനസ്സിൽ ഈ ഒരു തോട്ട് വരുന്നോണ്ട് നേരെ പോയിട്ട് നമ്മൾ 4:45 കഴിഞ്ഞാൽ കിടക്കും. दूसरी बात कि बाबा कहता है मन का मौन, है ना. तो मन का हमको ये 5 दिन मौन रखना है. मन का मौन, आवाज में भी कम आएंगे, वो तो नेचुरल है, भट्टी है, उस पर तो आप अटेंशन देंगे, मैं अंडरस्टूड करती. लेकिन मन का मौन माना कि ज्ञान योग के अलावा आपको और कोई थॉट्स नॉट अलाउड.
രണ്ടാമത്തെ കാര്യം മനസ്സിന്റെ മൗനമാണ്. മുഖത്തിന്റെ മൗനം എന്താണെങ്കിലും ഭട്ടിയിൽ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ മനസ്സിന്റെ മൗനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്ഞാനയോഗ അല്ലാതെ മറ്റൊരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല. അതാണ് മനസ്സിന്റെ മൗനം. कोई व्यर्थ नहीं माना भट्टी में है ना, भट्टी में नॉट अलाउड वेस्ट थॉट्स या कोई घर की बात याद आ रही है फिर वहाँ जा रहे हैं, मन वहाँ जा रहा है, नहीं, पूरा हमको फुली इन्वॉल्व होना है यहाँ पर. मैं बाबा ज्ञान योग इसके अलावा कुछ नहीं, तब आप अटेन कर पाएंगे. ज्ञानम बाबയും ജ്ഞാനവും യോഗവും അല്ലാതെ മറ്റ് ഒരു ചിന്തയും മനസ്സിലേക്ക് വരാൻ പാടില്ല. അതാണ് മനസ്സിന്റെ യഥാർത്ഥ മൗനം. വേറെ ഒരു കാര്യങ്ങള് വീടിന്റെ ജോലിയുടെ ഒന്നിലേക്കും മനസ്സ് പോകാൻ പാടില്ല. और तीसरा ये बाबा का एक बहुत अभी लेटेस्ट मुरली भी संडे को चली. ये बाबा ने 25 साल से हमें एक होमवर्क दे रखा है 500 रुपयों की डील बार बार करने का. और हम लोग उतना एक्यूरेसी से नहीं कर पाते हैं ये होमवर्क. मेरा पर्सनली भी है, मैं कई बार ये होमवर्क करने का सोचती हूँ, लेकिन बीच बीच में मेरा ये होमवर्क फिर सेवा में लग जाते हैं तो वो माइंड से ये होमवर्क खिसक जाता है. तो ये 5 दिन जैसे बाबा कहते हैं ना, तो ये आपको मिनिमम 12 बारी 5 सेकंड वाली 500 रुपये की ड्रिल करनी है. അതുപോലെ തന്നെ കഴിഞ്ഞ ഞായറാഴ്ചയും ബാബ 5 സ്വരൂപത്തിന്റെ അഭ്യാസത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. കഴിഞ്ഞ 25 വർഷമായിട്ട് ബാബ നമ്മളോട് പറയുന്നതാണ്. പക്ഷെ നമുക്കറിയാം, ദീദി തന്റെ പേഴ്സണൽ അനുഭവം പറയാണ്, നമ്മൾ സേവനത്തിലൊക്കെ ബിസി ആയിട്ട് ഇരിക്കുമ്പോൾ അതൊന്നും വേണ്ട രീതിയിൽ നമുക്ക് അഭ്യാസം ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞത് 12 പ്രാവശ്യം ഒരു ദിവസം 5 സ്വരൂപത്തിന്റെ അഭ്യാസം ചെയ്തിരിക്കണം, 5 സെക്കൻഡ് വീതം. അപ്പോൾ അതാണ് മൂന്നാമത്തെ വിഷയം. वो आप अपनी डायरी में टिक मार्क करते जाएं 1 to 12 डेली. आज मैंने करी या वो आपको खुद मेंटेन करनी है, हम आपको बोलेंगे नहीं, वो आपको खुद अपना മെയിൻറ്റെയിൻ करना है. അപ്പം നമ്മൾ അത് സ്വയം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ തന്നെ നോട്ട് ചെയ്യുക എത്ര പ്രാവശ്യം ഞാൻ ചെയ്തു എന്നുള്ളത്. चौथी बात जो हमको इस भट्टी में विशेष करनी है वो है चर्निंग. मनन चिंतन बहुत जरूरी है. നാലാമത്തെ കാര്യം മനന ചിന്തനം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. वो आप मुरली के ऊपर या गुण के ऊपर, किसी शक्ति के ऊपर, माना रोज आपको अपने माइंड को, जो बाबा कहते हैं ना, बिजी रखना है. तो क्लासेस के अलावा आपको अपने मन को फ्री नहीं रखना है, क्योंकि नहीं तो फिर वेस्ट थॉट आएंगे. ഒന്നുമില്ലെങ്കിൽ മുരളിയെ കുറിച്ചിട്ട് മനനം ചെയ്യുക, ഏതെങ്കിലും ഗുണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ശക്തിയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഒരിക്കലും ഫ്രീ ആക്കി വെക്കാൻ പാടില്ല. അപ്പോൾ വേസ്റ്റ് തോട്ട് വരും, വ്യർത്ഥ സങ്കല്പം വരും. അപ്പം മനന ചിന്തനത്തിന് അതുകൊണ്ട് പ്രാധാന്യം കൊടുക്കണം. वो हम कोशिश करेंगे मनन चिंतन के लिए आपको सुबह मुरली क्लास के बाद कुछ दे दें, ताकि आप उस पर आपको अटेंशन, माइंड को फ्री नहीं करना है. मेन है कि हमारा मन बिजी रहे. അതായത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് മനസ്സിനെ ഒരിക്കലും ഫ്രീ ആക്കി വിടാൻ പാടില്ല. അപ്പോൾ മുരളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും മനനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും പോയിന്റ്സും തരാം. അപ്പോൾ മനസ്സ് ഫ്രീ ആവരുത്, അതിലെല്ലാവരും ശ്രദ്ധിക്കണം ഈ ഭട്ടി മുഴുവൻ ദിവസവും. और 5वां पॉइंट जो है वो मैंने ये रखा है इस भट्टी में, कि हमको इस भट्टी में मनसा सेवा भी जरूर करनी है, क्योंकि इस समय आपकी अवस्था जो है बहुत अच्छी बनेगी. तो हम जैसे आज भी बाबा ने कहा कि सिर्फ खुद नहीं समझना है, दूसरों को भी समझाना है. सेवा हमारे लिए बहुत इम्पोर्टेंट सब्जेक्ट है. तो हम इसमें जब भी योग करें तो योग के साथ मनसा सेवा को ऐड करें.
വിഷുക്കും. അഞ്ചാമത്തെ സബ്ജക്റ്റ് മനസ്സാ സേവനത്തിൻ്റെയാണ്. കാരണം നമുക്ക് സേവനവും കൂടി ചെയ്യണമല്ലോ. ബാബ ഇന്നും മുരളിയിൽ പറഞ്ഞു നമ്മൾ എന്ത് പഠിച്ചു അത് നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ സേവനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും നമ്മൾ യോഗം ചെയ്യുമ്പോൾ കുറച്ച് സമയമെങ്കിലും മനസ്സാ സേവനം നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. तो ये तो हम अपना मेंटेन करेंगे. इसके अलावा अगर आप में से भी किसी को कोई राय आती है, सुझाव दे सकते हैं कि और हम इस बट्टी से मैक्सिमम आउटपुट कैसे निकालें. अगर कोई और राय देना चाहते हैं स्वामी भाई या बहनें तो प्लीज़ आप इसमें ऐड कीजिए. ഇപ്പോൾ ദീദി ഈ ഒരു 5 വിഷയമാണ് ഈ ഭട്ടിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദീദിയുടെ അടുത്ത് പറയാം, അതും കൂടി നമുക്ക് ആഡ് ചെയ്യാം. स्वामी भाई कोई एडिशन देना चाहेंगे लेटर? ओके, है ना. टीचर बहनों में भी राइटिंग में देंगे, है ना. तो आप अपना सजेशन इसमें ऐड कर सकते हैं. अभी हम जो बाबा की आज की मुरली है, आज की मुरली ड्रामानुसार याद पर है. अगर हम आज की मुरली को मैं 2 मिनट में एक जो मैंने मनन चिंतन करके आज की मुरली से याद का निकाला है तो वो एक बार हम रिवाइज करते हैं ताकि मुरली भी रिवाइज हो जाए. तो आज की जो मुरली है उसमें बाबा ने हमको कहा कि याद की आदत पड़ जानी चाहिए, हैबिट. याद हमारी हैबिट होनी चाहिए, है ना. अगर आप देखें हमारा माइंड जो है वो कैसा है, एक बार आप माइंड को ट्रेन कर दो कि तुमको ये करना है तो आपको वो माइंड को भी आदत पड़ जाती है. सिर्फ हमारे फिजिकल ऑर्गन्स नहीं, माइंड को भी आदत पड़ जाती है. जैसे अगर आप रोज 2 बजे खाना खाएंगे तो आप देखेंगे थोड़े दिनों बाद 2 बजते ही आपके अंदर थॉट आएगा खाना खा लो. आदत पड़ गई तो वो माइंड के ऊपर उसका इफेक्ट होता है. इसलिए बाबा ने कहा कि याद की आदत डाल लो. ഇപ്പോൾ ഇതുപോലെ ഇന്നത്തെ മുരളിയും ഡ്രാമ അനുസരിച്ചിട്ട് ഓർമ്മയുടെ വിഷയമാണ് ബാബ പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ മനനം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ദീദി പറയാണ് ഇന്ന് ബാബ പറഞ്ഞ മഹാവാക്യം ഇതാണ്: ഓർമ്മ എന്നുള്ളത് നമ്മളുടെ ഒരു സ്വഭാവമായിട്ട് മാറണം, ഒരു ശീലമായിട്ട് മാറണം. നമുക്കറിയാം, നമ്മൾ മനസ്സിനെ അതനുസരിച്ച് ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശീലമായിട്ട് മാറും. ഇപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ദിവസവും 2 മണിക്ക് ഞാൻ ആഹാരം കഴിക്കും, അങ്ങനെ ഞാൻ മനസ്സിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ നടക്കും, അത് ശീലമായിട്ട് മാറും. അതുപോലെ ബാബ പറഞ്ഞത് എപ്പോഴും സദാസമയം ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിനെ ട്രെയിൻ ചെയ്ത് അതൊരു ശീലമായിട്ട് മാറണം. अब बाबा ने आज याद को 5 बातों से रिलेट करा. याद को, याद की यात्रा. दूसरा बाबा ने बोला याद को बाबा ने कहा एक रस्म बनी है, आपने ये रस्म शुरू करी है. याद को एक रस्म कहा, है ना. तीसरा बाबा ने कहा याद की तार, है ना. चौथा बाबा ने कहा याद को उपाय है. ये याद एक उपाय है, याद को उपाय का दर्जा दिया. और 5वां बाबा ने कहा याद को युक्ति है. ये ठीक है. बाबा ने याद को उपाय, युक्ति, तार, रस्म और यात्रा ये 5 बातें याद की कही, है ना. तो ये आज बाबा ने याद को, क्या है याद, ये बाबा ने उसकी क्योंकि हमको जब तक किसी चीज का बेनिफिट या उसका क्यों हम करें वो हमारे माइंड में रजिस्टर नहीं होगा तब तक हमारा मन उस तरफ नहीं जाएगा. तो आदत इसलिए डालो क्योंकि याद ही उपाय है, यही युक्ति है, यही रस्म है, यही यात्रा है, यही तार है. ठीक है.
അപ്പോൾ ഇന്ന് ബാബ ഓർമ്മയെ കുറിച്ചിട്ട് 5 പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ എന്താണെന്നുള്ളത്. ഒന്ന് ബാബ പറഞ്ഞു ഓർമ്മ യാത്രയാണെന്ന് പറഞ്ഞു. ഒന്ന് ബാബ പറഞ്ഞു ഓർമ്മ താർ എന്ന് പറഞ്ഞാൽ നൂല് വെച്ചിട്ട് നമ്മൾ ബന്ധിക്കില്ലേ, അതാണ് താർ എന്ന് പറയുന്നത്. അപ്പൊ നൂല് വെച്ചിട്ടുള്ള ഒരു ബന്ധം ആണ് ഓർമ്മ എന്ന് പറയുന്നത്. പിന്നെ ബാബ പറഞ്ഞു ഓർമ്മ എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു രീതിയാണ്. ഓർമ്മ ഒരു രീതിയാണ്. പിന്നെ പറഞ്ഞു ഓർമ്മ ഒരു ഉപായമാണ്. പിന്നെ പറഞ്ഞു ഓർമ്മ ഒരു യുക്തിയാണ്. അപ്പോൾ ഓർമ്മയെ കുറിച്ചിട്ട് 5 കാര്യങ്ങൾ എന്ന് ബാബ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ രീതിയിൽ മനനം ചെയ്താൽ നമുക്കപ്പൊ തന്നെ ഉള്ളില് മനസ്സിലാകും ഓർമ്മയെ കുറിച്ചിട്ട് ഈ 5 രീതിയിലാണ് ബാബ എന്ന് വ്യാഖ്യാനിച്ചത്. ഇങ്ങനെയാണ് മനനം ചെയ്യേണ്ടത് എന്ന് പറയാം. और बाबा ने जो आज याद से बेनिफिट बताए वो 10 बेनिफिट बताए. ബാബയെ ഓർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ബാബ എന്ന് പറഞ്ഞു. അതും 10 നേട്ടങ്ങൾ എന്ന് ബാബ മുരളിയിൽ പറഞ്ഞു. ബാബയെ ഓർമ്മിക്കുമ്പോൾ കിട്ടുന്ന 10 നേട്ടങ്ങൾ. पहले बाबा ने कहा याद से पाप दग्ध होंगे आपके. ഒന്ന് ബാബ പറഞ്ഞു ബാബയെ ഓർമ്മിക്കുമ്പോൾ പാപം ഭസ്മമാകും. दूसरा बाबा ने कहा याद से तुम सतो प्रधान बनेंगे. ഓർമ്മയിലൂടെ സത്തോ പ്രധാനമാകും. രണ്ടാമത് ബാബ പറഞ്ഞത്. फिर तीसरी बात बाबा ने कही याद से आपको सच्ची शांति मिलेगी, सन्नाटा हो जाएगा. പിന്നെ ബാബ പറഞ്ഞു ഓർമ്മയിലൂടെ നിങ്ങൾക്ക് സത്യമായ ശാന്തി കിട്ടും, ശാന്തിയുടെ ഒരു വാതാവരണം ഉണ്ടാകും. चौथी बात बाबा ने कही याद माना आपका समय सफल हो रहा है. अगर आप याद में नहीं है तो आप टाइम वेस्ट कर रहे हैं. ये बाबा ने कहा ना, तो याद माना मैं टाइम को सफल कर रही हूँ. പിന്നെ ബാബ പറഞ്ഞു ഇതാണ് ഓർമ്മിക്കുമ്പോൾ നമ്മുടെ സമയം സഫലമാകുകയാണ്. അതാണ് 4ാമത്തെ പോയിന്റ് ബാബ പറഞ്ഞു. നമ്മളെപ്പോ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു നമ്മുടെ സമയം സഫലമാകുകയാണ്. याद माना बाबा ने कहा याद से चढ़ती कला, आप ऊपर चढ़ेंगे. പിന്നെ പറഞ്ഞു ഓർമ്മയിലൂടെ നിങ്ങളുടെ കല ഉയരുകയാണ്, ഉയരുന്ന കലയിലേക്ക് വരികയാണ് ബാബയെ ഓർമ്മിക്കുമ്പോൾ. बाबा ने कहा भूलने से आप दुखधाम में आए, याद से आप सुखधाम में जाएंगे. പിന്നെ പറഞ്ഞു ബാബയെ മറക്കുമ്പോൾ നിങ്ങൾ ദുഃഖധാമത്തിലും ബാബയെ ഓർമ്മിക്കുമ്പോൾ നിങ്ങൾ സുഖധാമത്തിലും എത്തുന്നു. फिर बाबा ने कहा याद अर्थात कमाई. പിന്നെ പറഞ്ഞു ഓർമ്മ എന്നാൽ സമ്പാദ്യം എന്നാണ് അർത്ഥം. ഓർമ്മയിലൂടെ സമ്പാദ്യം. फिर बाबा ने कहा याद से आप में ताकत आएगी. പിന്നെ പറഞ്ഞു ബാബയെ ഓർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി കിട്ടും. फिर बाबा ने कहा आप याद में रहेंगे तो औरों को भी कशिश होगी. പിന്നെ പറഞ്ഞു നിങ്ങൾ ഓർമ്മയിലിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ആകർഷണം ഉണ്ടാകും. और लास्ट में बाबा ने कहा याद ही कल्याणकारी है. പിന്നെ ബാബ പറഞ്ഞു ഓർമ്മയിലിരിക്കുമ്പോഴാണ് മംഗളം ഉണ്ടാകുന്നത്. ഓർമ്മയാണ് മംഗളകാരി. कितने हो गए बेनिफिट्स? 10 ना? 10 बेनिफिट्स 10 ആയില്ലേ? तो कितना अगर हम इसको भी स्मृति में रखें इन बेनिफिट्स को कि कितना इससे मुझे फायदा होगा, तो क्या होगा? जैसे आप दवाई है तो दवाई से सप्लीमेंट्स लेते हैं क्योंकि फायदा होता है. तो अगर हम ये स्मृति में रखेंगे कितना बेनिफिट है बाबा को याद करने में, तो ऑटोमेटिकली हमें बाबा को याद करना सहज होगा. क्योंकि ये एक साइकोलॉजी है जहाँ हमें बेनिफिट दिखता है ना, है ना. आज हम दिल्ली में देखते हैं कहीं पर अच्छे ब्रांड में सेल लगेगी तो बेनिफिट दिख रहा है तो लोग भागते हैं उस तरफ कि दूसरों को भी बताते हैं जल्दी जाओ वहाँ पर अभी सेल लगा हुआ है. तो बेनिफिट माइंड को खींचता है, ये लॉ है. അപ്പോൾ ഇതും ബാബയുടെ ഓർമ്മ സ്ഥായിയായിട്ട് നിൽക്കാനുള്ള ഒരു യുക്തിയാണ്. അതായത് ഓർമ്മയെ കുറിച്ചിട്ട് ഇന്ന് ബാബ പറഞ്ഞ പോയിന്റ്സ്, ഓർമ്മയിലൂടെ എന്താണ് ലാഭം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സൈക്കോളജി ഇങ്ങനെയാണ്, എവിടെയാണോ ലാഭം ഉണ്ടാകുന്നത് അവിടേക്ക് മനുഷ്യന്റെ മനസ്സ് ഓട്ടോമാറ്റിക്കലി പോകും. സാധാരണ നമ്മൾ ലൗകികത്തിലും കണ്ടിട്ടുണ്ട്, ലാഭം എവിടെയാണോ ആദായ വിൽപ്പന എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വേഗം അവിടേക്ക് പോകും, മറ്റുള്ളവരോടും പറയും. അപ്പൊ അതുപോലെ തന്നെ ഇത് മനനം ചെയ്തിട്ട് ഒരു യുക്തിയാണ്. ഓർമ്മയിലൂടെ ഇന്ന് ബാബ എന്തൊക്കെയാണ് പറഞ്ഞത്, ഓർമ്മയിലൂടെ ഉണ്ടാകുന്ന ലാഭം. അപ്പൊ ഇത് നമ്മൾ സ്മൃതിയിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ബാബയുടെ ഓർമ്മ ഉണ്ടാകും. ലാഭം എന്താണെന്ന് ഓർത്താൽ തന്നെ ഓർമ്മ ഉണ്ടാകുമെന്ന്.
और चौथी बात जो याद से संबंधित बाबा ने बोली, बाबा ने यहाँ तक हमें आज की मुरली में ये भी बताया कि आपके पास कौन सा टाइम है जब आप याद कर सकते हैं। कौन सा टाइम? टाइम ഇതും ബാബ പറഞ്ഞു ഏത് സമയത്താണ് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നത്. या दूसरे शब्दों में कहें कौन सा कर्म करते हुए आप याद कर सकते हैं. വേറൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ഏത് കർമ്മം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുന്നത്, അങ്ങനെ പറഞ്ഞു ബാബ. तो वो भी बाबा ने बताया, याद है? ഓർമ്മയുണ്ടോ? चलते फिरते बाबा ने कहा झरमुई नहीं करो, उस समय बाबा को याद करो. ബാബ പറഞ്ഞല്ലോ നടക്കാൻ പോകുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ആ സമയത്ത് നടക്കാൻ പോകുമ്പോ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ പരദൂഷണങ്ങൾ പറയരുത്, ആ സമയത്തും നിങ്ങൾ ബാബയെ ഓർമ്മിക്കണം. दूसरा बाबा ने कहा खाते पीते. പിന്നെ ബാബ പറഞ്ഞു കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും. आपको मालूम है हमारी गुलजार दादी इस पे बहुत अच्छा बताती थी. गुलजार दादी क्या कहती थी कि दिन में कितनी बार पानी पीते हो, कितनी बार खाना खाते हो, तो जब पानी पियो तो बाबा को याद करो, जब चाय पियो तो बाबा को याद करो, तो वो खाने के साथ याद को जोड़ दो. गुलजार दादी ये बहुत क्लास में कहती थी, है ना. तो वो बाबा ने आज कहा कि खाने पीते समय याद करो. അതായത് ഏത് കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം എന്നത് ബാബ എന്ന എക്സാമ്പിൾ സഹിതം പറഞ്ഞു, കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും ഒക്കെ. അപ്പൊ നമ്മുടെ ഗുൽസാർ ദാദിജി എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് എപ്പോഴൊക്കെ നിങ്ങൾ കുടിക്കുന്നു, എപ്പോഴൊക്കെ നിങ്ങൾ കഴിക്കുന്നു, ചായ കുടിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ആ സമയത്ത് നിങ്ങൾ ബാബയെ ഓർമ്മിക്കുക. അപ്പോ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ആ കർമ്മവുമായിട്ട് ബാബയുടെ ഓർമ്മയെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എത്ര പ്രാവശ്യം നമുക്ക് ബാബയെ ഓർമ്മിക്കാൻ സാധിക്കും. और तीसरा बाबा ने क्या कहा कि खाना बनाते समय भी, कुकिंग के टाइम भी बाबा को आप याद करो तो ताकत आएगी आत्मा में भी और शरीर में. और चौथा बाबा ने कहा था झाड़ू लगाते हो. ഭോജനം ഉണ്ടാക്കുന്ന സമയത്തും ബാബയെ ഓർമ്മിക്കാം. പിന്നെ നാലാമത്തെ ബാബ പറഞ്ഞു അടിച്ചു വാരുമ്പോഴും ബാബയെ ഓർമ്മിക്കാം. और ब्रह्मा बाबा ने भी अपना एक्सपीरियंस शेयर करा. तो आज जो मुरली है इसमें से जो हम याद का पॉइंट उठाएं, और आज जैसे मम्मा कहती थी कि आज की मुरली मेरे लिए आज का होमवर्क है, तो ये जो आज याद की मुरली है इसी को ही हम आज का अपना जो मनन चिंतन का और योग में हम इसको ही अपना बेस बनाकर आज का दिन हम भट्टी का करें तो मैं समझती हूँ बहुत अच्छा रहेगा. അപ്പൊ ഇന്നത്തെ മുരളി തന്നെ ഓർമ്മയുടെ വിഷയമായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം മുഴുവനും ഭട്ടിയിലിരിക്കുമ്പോൾ എപ്പോഴെല്ലാം നമ്മൾ ബാബയെ ഓർമ്മിക്കാനിരിക്കുമ്പോൾ ആ സമയത്ത് ഈ മുരളിയിലെ പോയിന്റ്സിനെ നമ്മൾ ബേസ് ആക്കുക. ഇപ്പൊ ബാബ കേൾപ്പിച്ചു തന്നില്ലേ ഓർമ്മയെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു. അപ്പൊ അത് ബേസ് ആക്കിയിട്ട് നമ്മൾ ബാബയെ ഓർമ്മിക്കാനിരിക്കുകയാണെങ്കിൽ അതിന് വളരെയധികം നേട്ടമുണ്ടാകും. ഇതുപോലെ മമ്മ എപ്പോഴും പറയുമായിരുന്നു, ഇന്ന് ബാബ എന്താണ് മുരളിയിൽ ഹോംവർക്ക് മുരളിയിൽ പറഞ്ഞത് അതാണ് ഇന്നത്തെ നമ്മുടെ ഹോംവർക്ക്. അത് നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്തിരിക്കണം. अब बाबा ने जो, अगर हम याद की युक्ति लें, याद हमारे लिए युक्ति है. अब याद हमारे लिए युक्ति कैसे है उस पर थोड़ा विचार करते हैं. बाबा ने कहा याद युक्ति है. ബാബ പറഞ്ഞിട്ടുണ്ട് ബാബയെ ഓർമ്മിക്കുക എന്നുള്ളതൊരു യുക്തിയാണ്. അപ്പൊ യുക്തിയുടെ ആധാരത്തിൽ എങ്ങനെ ബാബയെ ഓർമ്മിക്കും, അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. अब युक्ति, आप ये युक्ति कहीं भी यूज कर सकते हैं. फॉर एग्जाम्पल, सपोज आप ऑफिस में काम कर रहे हैं और आपका जो बॉस है वो आपके ऊपर शाउट करता है ना. आप में से बहुत वर्किंग होंगे और ये तो होता ही है, बड़ा कॉमन सा एग्जाम्पल है. अब वो आपको ह्यूमिलेट कर रहा है या आपको थोड़ा सा, आजकल बहुत कुछ होता है. अब उस समय याद की युक्ति, बाबा कहते हैं उस समय किस युक्ति से, उस इन्फ्लुएंस से हम अपने आप को बचाएं.
वहाँ मुझे याद की युक्ति लेनी है। याद की युक्ति माना कि उस समय अपने को ये स्मृति दें कि ये मेरा बॉस नहीं है, मेरा बॉस बाबा है। ഡൈവേർട്ട് കരെ ഓർമ്മ യുക്തിയായിട്ട് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരു സാഹചര്യം പറഞ്ഞു തരാണ്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യാണ്, അവിടെ നമ്മുടെ ഒരു ബോസ് ഉണ്ട്. അപ്പോൾ ആ ബോസ് നമ്മളെ ചീത്ത പറഞ്ഞു എന്ന് വിചാരിക്കും. അപ്പം എപ്പോഴും ചീത്ത പറയുന്ന, നമ്മളെ വിഷമിപ്പിക്കുന്ന, ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു ബോസ് ആണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് എന്താണെങ്കിലും ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു പ്രഭാവം നമ്മുടെ മനസ്സിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രഭാവത്തിൽ നിന്ന് മുക്തമാകാൻ വേണ്ടിയിട്ട് ഓർമ്മയെ നമ്മൾ യുക്തിയായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അവിടെ ഏത് യുക്തി ഉപയോഗിക്കണം, മനസ്സിലാക്കണം. ഇത് അല്ല, ഇദ്ദേഹമല്ല എൻ്റെ ബോസ് ബാബയാണ്. तो युक्ति माना कि बेसिकली युक्ति ये है कि मेरा जो माइंड है, हम सबको ज्ञान है कि बाबा भी कहता है बाहर कुछ नहीं है, जो कुछ है वो हमारे अपने अंदर है, हमारी सोच ही है, हमारा मन ही है, और तो कुछ नहीं है, प्रॉब्लम तो कुछ नहीं है, मेरा माइंड ही है। और मुझे अपने माइंड को टैक्टफुली हैंडल करना है, और उसमें बाबा ने कहा आप मेरी याद को यूज करो, उसमें अपने माइंड को हैंडल करने में. ശരിക്കും പറഞ്ഞാൽ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിൽ തന്നെയുള്ള കാര്യമാണ്. മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതാണ് നമുക്ക് പ്രോബ്ലം ആയിട്ട് വരുന്നത്. പ്രോബ്ലം മനസ്സിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ബാബ പറയുന്നത് എൻ്റെ ഓർമ്മയെ നിങ്ങൾ ആ പ്രോബ്ലത്തിൽ നിന്ന് മുക്താകാൻ യുക്തിയായിട്ട് ഉപയോഗിക്കൂ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞത്, ബോസ് ഇദ്ദേഹമല്ല ബാബയാണ്. അപ്പോൾ ബാബയുടെ ഓർമ്മ വരും. ആ ഓർമ്മയെ നമ്മൾ ആ എഫക്റ്റിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്ന് മുക്തമാകാൻ യുക്തിയാക്കി. एक बार जानकी दादी के पास एक बहन गई और उस बहन ने दादी को बोला कि मेरे साथ जो बहन रहती है, जिसके साथ मैं काम करती हूँ ऑफिस में, वो मुझे बहुत तंग करती है, बहुत परेशान करती है, मेरा उस ऑफिस में काम करना बहुत मुश्किल हो रहा है, मैं क्या करूँ. ഒരിക്കലൊരു സിസ്റ്റർ ദാദിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഓഫീസിൽ ആരുടെ കൂടെയാണോ ഞാൻ ജോലി ചെയ്യുന്നത് ആ സിസ്റ്റർ എന്നെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, ശല്യം ചെയ്യുന്നുണ്ട്, കഷ്ടപ്പെടുത്തുന്നുണ്ട്, എനിക്ക് അവരുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു. माना उसने तो बहुत लंबी स्टोरी दादी को सुनाई, क्योंकि ऐसी स्टोरीज यूजुअली लंबी होती हैं, लेकिन दादी जानकी ने उसको एक सिंपल सा उत्तर दिया. दादी ने कहा तुम उस पर रहम करो. അപ്പോൾ നമ്മളിങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ പരാതി പോലെ പറയുമ്പോൾ വലിയ കഥ പോലെയാണല്ലോ പറയുന്നത് നമ്മുടെ സ്വഭാവം. അപ്പോൾ ദാദിയാണെങ്കിൽ അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കൊടുത്ത് ദാദി പറഞ്ഞത് ഇതാണ്, നീ ഇത്ര ചെയ്താൽ മതി, അവരുടെ മേലെ നീ ദയ കാണിക്കൂ എന്ന് പറഞ്ഞു. लेकिन आपको मालूम है कि हमारा मन कैसा है. अब मैं रहम क्यों करूं, मैं क्यों रहम करूं उस पर, वो मेरे साथ गलत कर रही है, क्योंकि माइंड तो ऐसा ही है ना, हर बात में क्यों करता है. तो दादी को मालूम था कि इसका जो मन में चल रहा होगा, उसने बोला नहीं, लेकिन दादी ने बिना बोले ही उसकी आंतरिक अवस्था को समझ लिया कि इसके मन में अब ये प्रश्न आ रहा होगा कि मैं इस पर रहम क्यों करूं. സാധാരണ രീതിയിൽ നമ്മളും ചിലപ്പോൾ ചിന്തിക്കും, നമ്മളെ ഇത്രയും ശല്യം ചെയ്യുന്നവര്, അവരുടെ മേലും ഞാൻ എന്തിനു ദയ കാണിക്കണം. അതുപോലെ തന്നെ ആ സിസ്റ്റർ, ദാദിയുടെ മുന്നിലിരുന്ന ആ സിസ്റ്ററിന്റെ ഉള്ളിലും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടാകണം. അത് ദാദി, അവര് പറഞ്ഞൊന്നുമില്ല, ദാദി പക്ഷെ ആ സങ്കല്പം ക്യാച്ച് ചെയ്തു, ഞാൻ എന്തിനു ദയ കാണിക്കണം അവരുടെ മേൽ. तो दादी ने साथ में ही उत्तर दिया कि तुम उस पर रहम करो, क्योंकि तुमको देवता बनना है, उसको देवता नहीं बनना है. അപ്പൊ ദാദി രണ്ടാമത് പറഞ്ഞത് ഇതാണ്, നീ അവരുടെ മേല് ദയ കാണിക്കൂ, കാരണം നിനക്കാണ് ദേവതയാകേണ്ടത്, അല്ലാതെ അവർക്കല്ല. तो हम सब वो आत्माएं हैं जो देवता बनने जा रही हैं. तो अगर हमें देवता बनना है तो यही हमारे पेपर है, यही प्रैक्टिकल एग्जाम्स है हमारे, उससे हम भागेंगे तो फिर हम देवता नहीं बन पाएंगे, क्षत्रिय बन पाएंगे.
അപ്പൊ നമുക്കാണ് ദേവതയാകേണ്ടത്. അപ്പൊ ദേവതയാകാൻ വേണ്ടി നമ്മുടെ മുന്നിൽ വരുന്ന ടെസ്റ്റ് പേപ്പേഴ്സ് ആണ് ഇതെല്ലാം. അപ്പൊ നമ്മൾ ആ പേപ്പർ പാസ്സാകാണ് വേണ്ടത്, അല്ലാതെ അവിടുന്ന് ഓടിപ്പോയാൽ പിന്നെ എങ്ങനെയാ നമ്മൾ ദേവതയാകാൻ? ദേവതയാകില്ല, നമ്മൾ ക്ഷത്രിയനാകും, തോറ്റുപോയ ക്ഷത്രിയനാകും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കണം. तो ये युक्ति है, इसको युक्ति कहेंगे कि जब भी आपके आसपास ऐसी कोई आत्मा आए तो आप अपने आप को स्मृति दें, बाबा ने मुझे, बाबा मेरा टीचर है और मैं गॉडली स्टूडेंट हूँ और मैं देवता बनने की पढ़ाई पढ़ रही हूँ, इसलिए ये मेरा एग्जाम है और मुझे पास देना है. वो जो सामने वाला है वो मेरे गॉडली स्टूडेंट नहीं है. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓഫീസിൽ വന്നു, നിങ്ങളുടെ കൂടെ ഉള്ളവരിൽ നിന്ന് വന്നു എങ്കിൽ ആ സമയത്ത് ഓർമ്മയെ എങ്ങനെയാണ് യുക്തിയായിട്ട് ഉപയോഗിക്കേണ്ടത്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ സമയത്ത് മനസ്സിലാക്കണം, ബാബ എൻ്റെ ടീച്ചറാണ്, ഞാൻ ബാബയുടെ സ്റ്റുഡൻ്റ് ആണ്, ബാബ എന്നെ പഠിപ്പിച്ച് തരുന്നത് അതിനു വേണ്ടിയാണ്, ദേവതയാക്കാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ദേവതയാകണമെങ്കിൽ ഇത് എൻ്റെ മുന്നിൽ വന്ന ഒരു ടെസ്റ്റ് പേപ്പറാണ്. പേപ്പർ പാസ്സായാലല്ലേ നമുക്ക് ഡിഗ്രി കിട്ടുള്ളൂ. അപ്പൊ ഈ ടെസ്റ്റ് പേപ്പർ പാസ്സായാൽ മാത്രമേ എനിക്ക് ദേവതയാകാൻ സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് പാസ്സാകുന്നത് എങ്ങനെയാണ്? അവരുടെ മേലെ ഞാൻ ദയ കാണിക്കണം. അപ്പൊ ഞാൻ പാസ്സാകും. लेकिन इसमें ये अंडरलाइन कर लेना कि अब आप कहीं ऐसा ना हो कि उस व्यक्ति को आप शुद्र की नजर से, या वो अंडरलाइन कर लेना, हमारी उसके प्रति शुभ भावना, शुभकामना खत्म नहीं होनी चाहिए. ഇപ്പൊ ദയ കാണിക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെയാകാൻ പാടില്ല, ഓ അത് ശൂദ്രാത്മാവാണ്, അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ആ ആത്മാവിനെ പ്രതി ദയ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ശുഭഭാവന, ശുഭകാമന പോവാൻ പാടില്ല. ഉയർന്ന ഭാവനയിൽ തന്നെ ആത്മാവിനെ നോക്കണം. नहीं तो क्या होगा, आप एक बीमारी का इलाज तो कर लेंगे और दूसरी घृणा की बीमारी लग जाएगी. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും, ഒരു രോഗം മാറ്റിയിട്ട് നമ്മൾ മറ്റൊരു രോഗം ആരംഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാവിനെ പ്രതി വെറുപ്പിന്റെ ഭാവന വരും, ഇവര് ശൂദ്രാത്മാവാണെന്ന് ചിന്തിച്ച. അപ്പൊ അത് പാടില്ല. तो इसीलिए दादी ने रहम कहा, जैसे बाबा ने भी अभी कल परसों मुरली में कहा कि मुझे बच्चों पे घृणा नहीं आती है, मुझे बच्चों पर रहम आता है. ബാബ പറയാറുണ്ടല്ലോ, എനിക്ക് എൻ്റെ മക്കളുടെ മേല് ഒരിക്കലും വെറുപ്പ് വരില്ല, എനിക്ക് വരുന്നത് ദയയാണ്. तो ये जो बाबा की याद से हमें युक्तियां मिलती हैं, एक और युक्ति जो मेरे जीवन का प्रैक्टिकल एक्सपीरियंस है कि एक बार कोई प्रोग्राम था और उस प्रोग्राम में मैं बैक स्टेज मैनेज कर रही थी. ज़्यादातर मेरा रोल बैक स्टेज का ज़्यादा होता था, अभी भी है. तो मैं बैक स्टेज मैनेज कर रही थी. അപ്പോൾ ഒരു എക്സാമ്പിൾ തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ദീദി പറയാണ് എങ്ങനെയാണ് ഓർമ്മയെ യുക്തിയായിട്ട് എടുക്കേണ്ടത് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രോഗ്രാമിന് ദീദി ബാക്ക് സ്റ്റേജ് മാനേജ് ചെയ്യായിരുന്നു. സാധാരണ രീതിയിൽ ദീദിയുടെ എല്ലാ പ്രോഗ്രാംസിനും ദീദി കൂടുതൽ ബാക്ക് സ്റ്റേജ് ആണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും അതെ. അപ്പോൾ ആ സമയത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായ കാര്യമാണ് പറയുന്നത്. और इनॉग्रल से, इट वाज अ कॉन्फ्रेंस, इनॉग्रल से आधा घंटा भी नहीं होंगे, 15-20 मिनट पहले हमारे ब्रिजमोहन भाई साहब के साथ थी मैं. ब्रिजमोहन भाई जी ने कहा कि बहन जी आप स्टेज कोऑर्डिनेट करेंगी, क्योंकि जो बहन करने वाली थी वो थोड़ी नाराज हो गई है, वो उसने मना कर दिया है कि मैं नहीं करूँगी, अब आपको वो मैनेज करना है. അപ്പോൾ ബാക്ക് സ്റ്റേജ് മാനേജ് ചെയ്യേണ്ട സേവനമായിരുന്നു. പക്ഷേ ഇനോഗ്രൽ സെഷൻ അതൊരു കോൺഫറൻസ് ആയിരുന്നു ആ പ്രോഗ്രാം. അപ്പോൾ ഇനോഗ്രൽ സെഷന് 20 മിനിറ്റ് മുമ്പ് ബ്രിജ്മാൻ ഭായിജി വന്നിട്ട് ദീദിയുടെ അടുത്ത് പറഞ്ഞു എന്ന്, അതായത് സ്റ്റേജ് കോർഡിനേറ്ററിന്റെ സേവനം ചെയ്യേണ്ട സിസ്റ്റർ ഉണ്ടാവില്ല എന്ന്, പകരം നീ സ്റ്റേജ് കോർഡിനേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. 20 മിനിറ്റ് മുമ്പാണ് വന്നിട്ട് പറയുന്നത് സ്റ്റേജ് കോർഡിനേറ്റ് ചെയ്യണം. मैं नाराज शब्द इसलिए बता रही कि मेरे अंदर थॉट आया कि अच्छा, क्योंकि उसने मना कर दिया है इसलिए आप मुझे दे रहे हैं.
അപ്പൊ എന്റെ ഉള്ളില് തോട്ട് വന്ന ഇതാണ്, ആരാണോ ചെയ്യേണ്ടിയിരുന്ന സിസ്റ്റർ ആ സിസ്റ്റർ ചെയ്യില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പൊ എന്റെ അടുത്ത് ചെയ്യാൻ പറയണത് എന്ന തോട്ട് വന്നു. यूजुअली ऐसा ही थॉट आता है ना. സാധാരണ നമുക്ക് അങ്ങനെയല്ലേ വരാറ്. तो भाई साहब ने मुझे कहा कि उसने मना किया इसलिए आपको नहीं दे रहे, बाबा चाहता था कि आपको मिले इसलिए वो नाराज होके चली गई. അങ്ങനെ അപ്പൊ ബായിജി ഉടനെ പറഞ്ഞു അങ്ങനെയല്ല നീ ചിന്തിക്കേണ്ടത്, അതായത് അവര് പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത്, അങ്ങനെയല്ല നീ ചിന്തിക്കേണ്ടത്. അതായത് ബാബ ആഗ്രഹിച്ചത് നീ സ്റ്റേജ് കോർഡിനേറ്റ് ചെയ്യണമെന്നാണ്, അതുകൊണ്ടാണ് അവര് ദേഷ്യപ്പെട്ടു പോകേണ്ടി വന്നത് എന്ന്. पॉजिटिव. तो उसके बाद से मैंने कभी भी मन में ऐसे थॉट, वो वन टाइम आया था, उसके बाद मैंने हमेशा जो भी हुआ मैंने यही सोचा. उसके बाद कई ऐसे इंसिडेंट्स हुए. अभी एक लेटेस्ट हुआ विदेश का इंसिडेंट्स कि विदेश में किसी बहन ने, सिंगापुर था, जाना था और प्रोग्राम बड़ा था वहाँ उन्होंने रखा था, और लास्ट मोमेंट पे एक हफ्ता पहले ही उस बहन ने मना कर दिया कि मैं नहीं आऊँगी. और क्योंकि मैं उनके साथ अच्छा था तो उन्होंने मुझे फ़ोन करके बताई ये बात. तो बोला कि इफ़ यू आर कंफर्टेबल आप आ जाएंगे. उन्होंने मना कर दिया, हम थोड़े फंस गए हैं अब. तो मैंने कहा नो प्रॉब्लम, आई कैन कम, मुझे कोई प्रॉब्लम नहीं है, मुझे ऐसी कोई फीलिंग नहीं है क्योंकि उसने आपका प्रोग्राम मना किया और मैं तो कई बार जा चुकी. तो मैंने कहा ऐसा कुछ नहीं है, मैं आ जाऊंगी, इफ इट हेल्प्स यू मैं फ्री हूँ, मैं आ जाऊंगी उस समय अवेलेबल. ദീദി പറയാണ് അന്ന് മുതൽ പിന്നീട് ഒരിക്കലും എൻ്റെ മനസ്സിൽ ആ രീതിയിലൊരു തോട്ട് വന്നിട്ടില്ല. അപ്പൊ ഈ അടുത്തുകൂടി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി പറയാണ്. സിംഗപ്പൂർ ഒരു വലിയൊരു പ്രോഗ്രാം വെച്ചു. അവിടെ സിംഗപ്പൂരിൽ വരേണ്ടിയിരുന്ന സിസ്റ്റർ പോയില്ല. അപ്പോൾ സിംഗപ്പൂരിന്റെ നിമിത്തമായ സിസ്റ്റർ സ്വപ്ന ദീദിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ പ്രോഗ്രാമിന് വരേണ്ടിയിരുന്ന സിസ്റ്റർ വരില്ല എന്ന് പറഞ്ഞു. ഒരാഴ്ച കൂടെ ഉള്ളൂ പ്രോഗ്രാം, വരില്ല എന്ന് പറഞ്ഞു. അപ്പൊ താങ്കൾക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ സ്വപ്ന ദീദി പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞാൻ വരാം. എനിക്ക് അപ്പോൾ എൻ്റെ മനസ്സിൽ അന്ന് അതിനുശേഷം അങ്ങനെ ഒരു തോട്ടേ ഒരിക്കലും വന്നില്ല. അപ്പൊ ദീദി പറയാണ് ഇപ്പൊ ഉണ്ടായ ഒരു സാഹചര്യമാണ്, എന്നിട്ട് ഞാൻ പോയി പ്രോഗ്രാമിന്. सो अब क्या हुआ, मेरे लिए वो पेपर नहीं है, मैंने पास कर लिया. अब वो मेरे लिए पेपर नहीं रहा है ना. अब एक और इंसिडेंस सुनाती हूँ जो इसके ऑपोजिट है. अब ऑपोजिट इंसिडेंस क्या है, देखो बाबा कैसे प्रिपेयर करता है ना हमको. ऑपोजिट इंसिडेंस क्या है कि मेरे को स्टेज कोऑर्डिनेट करना था, है ना, और 15 मिनट पहले मुझे कहा गया कि नहीं आप नहीं करोगी, वो दूसरी बहन है वो करेगी, आपकी ज़रूरत वहाँ पर ज़्यादा है, इसलिए आप स्टेज छोड़कर बैक स्टेज वहाँ पर प्रोग्राम है वहाँ चले जाओ. അപ്പൊ സ്വപ്ന ദീദി പറയാണ് എനിക്ക് ആ ഇൻസിഡന്റിന് ശേഷം പിന്നെ എനിക്ക് അതൊരു ടെസ്റ്റ് പേപ്പറേ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവര് വരില്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ എന്നെ വിളിച്ചത് എന്നുള്ള തോട്ട് പിന്നെ എനിക്ക് വന്നിട്ടില്ല. അപ്പൊ ആ ടെസ്റ്റ് പേപ്പറിൽ ഞാൻ പാസ്സായി. പിന്നെ അതുപോലെ തന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇൻസിഡന്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പറയാണ് ഞാനായിരുന്നു ഒരു പ്രോഗ്രാമിന് സ്റ്റേജ് കോർഡിനേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ആ പ്രോഗ്രാം തുടങ്ങുന്നേക്കാളും 15 മിനിറ്റ് മുമ്പാണ് എന്നോട് വന്ന് പറയുന്നത് നീ സ്റ്റേജ് കോർഡിനേറ്റ് ചെയ്യണ്ട, അതിനേക്കാളും കൂടുതൽ നിന്ന ആവശ്യം അവിടെയാണ്, വേറൊരു സ്ഥലത്താണ്, അപ്പൊ സ്റ്റേജ് കോർഡിനേഷൻ വേറെ ആള് ചെയ്യും എന്ന് വന്ന് പറഞ്ഞു. अब इसमें क्या राज, वो भी मुझे बताया गया है ना. अब मैं तो 4 दिन से वो स्टेज कोऑर्डिनेट, बड़ा इवेंट था बहुत, और मैं बड़ी मेहनत करके सारा स्टेज पर कैसे करना है मेहनत कर रही थी, 4 दिन से तैयारी कर रही थी, है ना. अब क्या मेरी वो मेहनत वेस्ट गई. അപ്പൊ 4 ദിവസമായിട്ട് ഞാൻ ഈ സ്റ്റേജ് കോർഡിനേഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോ ഞാൻ ആ ചെയ്ത പരിശ്രമമൊക്കെ വെറുതെ ആയി എന്നാണോ, എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? क्योंकि 4 दिन मैंने प्रिपरेशन करा, लेकिन जब परफॉर्म करने का टाइम आया तो मुझे परफॉर्मेंस का चांस ही नहीं मिला.
4 ദിവസം പ്രിപ്പയർ ചെയ്തു, പക്ഷെ പെർഫോം ചെയ്യേണ്ട ദിവസമായപ്പോ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആ ചെയ്ത പ്രിപ്പറേഷൻ വെറുതെ ആയി എന്നാണോ? लेकिन बाबा वंडरफुल टीचर है, तो बड़ों ने बताया मुझे, मैंने कहा इसके पीछे क्या राज है, ये क्या मेरा वेस्ट किया मेहनत? तो बोला नहीं, आपके डबल मार्क्स हो गए. एक, आप बिना परफॉर्म कर रहे बाबा आपको मार्क्स देगा, क्योंकि आपने मेहनत करी और आपने अपनी मर्जी से नहीं, बड़ों के कहने पे वो छोड़ा है, लेकिन उसके मार्क्स भी आपको मिलेंगे, और जो आप दूसरी सेवा कर रहे हो उसके मार्क्स भी मिलेंगे. तो आप उसके मार्क्स भी ले रहे हो, इसके मार्क्स भी ले रहे हो. അപ്പൊ ദീദി അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മുതിർന്നവരുടെ അടുത്ത് ചോദിച്ചു, അതായത് ഞാൻ പ്രിപ്പയർ ചെയ്തൊക്കെ വെറുതെ ആയി പോവോ, പെർഫോം ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പൊ അവര് പറഞ്ഞു കൊടുത്തു, അങ്ങനെയല്ല, നിനക്ക് ഡബിൾ മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയാ ഡബിൾ മാർക്ക് കിട്ടിയത്? അതായത് പ്രിപ്പയർ ചെയ്തു, പക്ഷെ പെർഫോം ചെയ്യാതെ തന്നെ അതിന്റെ മാർക്ക് കിട്ടി. കാരണം ഓൾറെഡി പ്രിപ്പയർ ചെയ്തതാണ്. കാരണം സ്വയം പറഞ്ഞതല്ലോ ഞാൻ ചെയ്യില്ല എന്നത്, ദാദിമാര് അല്ലെങ്കിൽ ദീദിമാര് പറഞ്ഞത് അനുസരിച്ചതുകൊണ്ടല്ലേ. അപ്പോ പ്രിപ്പയർ ചെയ്തതിന്റെ മാർക്കും കിട്ടി. പിന്നെ ഏത് സേവനമാണോ ചെയ്യണമെന്ന് പറഞ്ഞത് ആ സേവനം ചെയ്യുമ്പോൾ അതിന്റെയും മാർക്ക് കിട്ടി. അപ്പൊ ഡബിൾ മാർക്കായി. तो जो बाबा ने कमाई की बात कही कि बाबा के घर में हम कुछ भी करते हैं ना, ये नहीं सोचे हम पुरुषार्थ किया और परफॉर्मेंस का टाइम नहीं मिला तो उसके मुझे मेरी कमाई नहीं हुई, वो भी मेरी कमाई में जाएगा, क्योंकि बाबा की सेवा के लिए मैंने मेहनत करी. तो बाबा के घर हमारा कुछ भी वेस्ट नहीं जाता है. ये हमेशा याद रखो कि आप यहाँ बैठे भी हैं ना, आप बैठे भी हैं तो भी आप कमाई कर रहे हैं. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ബാബയുടെ സേവനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് പരിശ്രമം ചെയ്തോ അതൊരിക്കലും വേസ്റ്റ് ആവില്ല, അത് സമ്പാദ്യം തന്നെയാണ്. അപ്പൊ സേവനത്തിന് വേണ്ടി എന്ത് പരിശ്രമിച്ചോ അത് സമ്പാദ്യമാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിപ്പോ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ ബാബ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സമ്പാദ്യമാണ് നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കണം എന്ന്. तो याद युक्ति है, याद कमाई है, याद की यात्रा है. अब याद की हमारी यात्रा जो है, हम मन की यात्रा करते हैं, योग लगाते हैं. अब आप देखेंगे कि जब हम बाबा को याद करने जाते हैं, कहाँ जाते हैं बाबा को याद करने? ഓർമ്മ യാത്രയാണ്. ഇപ്പൊ ഓർമ്മ യുക്തിയാണ് എന്ന് പറഞ്ഞു. അതുപോലെ ആദ്യം എന്താ പറഞ്ഞു, കമായിയാണ്, സമ്പാദ്യമാണെന്ന് പറഞ്ഞു. ഇനി ഓർമ്മ യാത്രയാണ്. അപ്പൊ നമ്മള് ബാബയെ ഓർമ്മിക്കാനുള്ള യാത്രയിലാണ്, യാത്ര ചെയ്യാണ്. അപ്പൊ നമ്മൾ എവിടേക്കാ യാത്ര ചെയ്യുന്നത് ബാബയെ ഓർമ്മിക്കാൻ? अब आप मन और बुद्धि की यात्रा में निकले हैं. अब आप निकले हैं तो रास्ते में सबसे पहले आपको कौन आएगी? माया. कहाँ लेके जाएगी? ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങി, മനസ്സും ബുദ്ധി ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. ആ യാത്രയുടെ ഇടയിൽ ആദ്യം നമ്മൾ കണ്ടുമുട്ടുന്ന ആൾ ആരാണ്? മായ. അപ്പൊ നമ്മൾ വഴിയില് മായ കണ്ടുമുട്ടി. മായ നമ്മളെ എവിടേക്കാ കൊണ്ടുപോകുക? अब माया क्या करेगी? आपको कहीं ना कहीं पास्ट में, कभी आपके घर में, कभी किसी दुकान में, कभी पति के पास, कभी बच्चों के पास, वो आपको डाइवर्ट करती रहेगी. न तो और कहीं नहीं तो कोई सेवा में ही ले जाएगी. वो बैठी इसीलिए हुई है कि वो हमको इधर उधर भटकाएगी, जो बाबा ने आज कहा बुद्धि का भटकना. ഇപ്പൊ ബാബയുടെ അടുത്തേക്കുള്ള യാത്രയിലുള്ള വഴിയില് ആദ്യം മായയായിരിക്കും നിൽക്കണ്ടാവുക. മായയുടെ പണി നമ്മളെ വേറെ എവിടേക്കെങ്കിലും ഒക്കെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളുടെ അടുത്തേക്കായിരിക്കും കൊണ്ടുപോവുക, അല്ലെങ്കിൽ വീട്ടിലേക്കായിരിക്കും, കുട്ടികളുടെ അടുത്തേക്കായിരിക്കും, വല്ല കടയിലേക്കായിരിക്കും, ഭർത്താവിന്റെ അടുത്തേക്കായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സേവനത്തിന്റെ അടുത്തേക്കായിരിക്കും. അപ്പൊ മായ അതിനു വേണ്ടിയാണ് നിൽക്കുന്നത്, ബാബയുടെ അടുത്തേക്ക് എത്തിക്കാതെ വേറെ എവിടേക്കെങ്കിലും. അതാണ് ബാബ ഇന്ന് മുരളിയിൽ പറഞ്ഞു, മനസ്സും ബുദ്ധിയും അലയിപ്പിക്കുകയാണ് മായ ചെയ്യുന്നത്. होता है ना, അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ.
अनुभव है सबको, എല്ലാവർക്കും അതിന്റെ അനുഭവമുണ്ട്. है ना। अब ये क्यों होता है, क्यों माया हमें इधर उधर भटकाती है, या माया मिलती ही क्यों है हमें रास्ते में? എന്തുകൊണ്ടാണ് നമ്മുടെ വഴിയില് മായ അങ്ങനെ നിൽക്കുന്നത്? ഓർമ്മയുടെ യാത്രയുടെ വഴിയില് നമ്മളെ അലയിപ്പിക്കാൻ എന്താണ് മായ അങ്ങനെ നിൽക്കാൻ കാരണം? थोड़े दिन पहले भी बाबा ने इसका उत्तर दिया था। उसका कारण यही है कि हम आत्म अभिमानी होकर, सोल कॉन्शियस होकर नहीं निकलते हैं। കാരണം ഇതാണ്, നമ്മൾ യാത്ര പുറപ്പെടുന്നത് ആത്മാഭിമാനിയായിട്ടല്ല. അതാണ് കാരണം. हम भूल जाते हैं कि मैं आत्मा हूँ। शुरू में बोलते हैं मैं आत्मा, और फिर वो आत्मा भूलकर फिर अपने मैं देह समझते हैं, और जहाँ मैं देह समझते हैं वहाँ माया हमारे सामने आ जाती है, और हमारी जो जर्नी है, जो यात्रा है, वो पूरी नहीं हो पाती, और माया कहीं और ले जाती है घुमा फिरा के। फिर वापस हम यहाँ आ जाते हैं और सोचते हैं कहाँ गए, परम धाम तो गए नहीं, सूक्ष्म वतन तो गए नहीं, हम तो यहीं इधर उधर ही घूम फिर के आ गए। അപ്പൊ നമ്മൾ യോഗം ചെയ്യാൻ ഇരിക്കുമ്പോൾ ഫസ്റ്റ് സങ്കല്പിക്കും ഞാൻ ആത്മാവാണെന്ന്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ മറന്നുണ്ടാകും. ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ഓർമ്മയുടെ യാത്രയുടെ വഴിയിൽ മായ വന്ന് നിൽക്കുന്നുണ്ടാകും. കാരണം ഞാൻ ദേഹത്തിന്റെ ബോധത്തിൽ വന്നു. അപ്പോ ദേഹത്തിന്റെ കാര്യങ്ങളിലേക്ക് മായ ഓട്ടോമാറ്റിക്കലി നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും, നമ്മുടെ ബുദ്ധിനെ അലയിപ്പിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഞാൻ ആത്മാവാണ് എന്ന ഓർമ്മയിൽ യാത്ര തുടങ്ങണം. മുഴുവൻ യാത്രയിലും ഈ ഓർമ്മ മെയിൻറ്റെയിൻ ചെയ്യണം, ഞാൻ ആത്മാവാണ്, അല്ലെങ്കിൽ മായ പിടിച്ചു കൊണ്ടുപോകും. तो इसीलिए जब योग में बैठे तो सबसे पहले चाहे 5 मिनट लगे, आप अपने आप को सोल कॉन्शियस, आत्म अभिमानी, जो बाबा की रोज मुरली में आता है, बच्चे देही अभिमानी बनो, देही अभिमानी बनो, उस फर्स्ट स्टेप के ऊपर, दुनिया में भी पढ़ाई में फर्स्ट स्टेप ही सबसे इम्पोर्टेंट होता है, प्राइमरी ही सबसे इम्पोर्टेंट होता है। और फर्स्ट जो हमारा स्टेप है कि मैं देह नहीं, मैं आत्मा हूँ, चाहे 5 मिनट लगे, 10 मिनट लगे, उस कॉन्शियस में उस स्मृति को पहले पक्का करो। അപ്പൊ അതുകൊണ്ടാണ് ബാബ എപ്പോഴും മുരളിയിൽ പറയാറുണ്ട്, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ, ആത്മബോധത്തിൽ എന്നെ ഓർമ്മിക്കൂ, ആത്മാഭിമാനിയാകൂ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോൾ യോഗം ചെയ്യാനിരിക്കുമ്പോഴും ആദ്യത്തെ 5 മിനിറ്റ് ആത്മബോധത്തിൽ നമ്മളെ പക്കയായിട്ട് സ്ഥിതി ചെയ്യിക്കാൻ, ദൃഢമായിട്ട് സ്ഥിതി ചെയ്യിക്കാൻ വേണ്ടി മാത്രം ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ യൂസ് ചെയ്യണം. ആത്മാവാണെന്നുള്ള ആ പക്ക ബോധത്തിൽ പിന്നെ നമ്മൾ യാത്ര ആരംഭിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ बुद्धि അവിടെ ഇവിടേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. जब आपका सोल कॉन्शियस का पॉइंट, जो बाबा ने कहा है कि आपका पहला लेसन भी मैं आत्मा हूँ ये है, और आखिरी लेसन भी हमारा मैं आत्मा हूँ यही है। गीता में भी पहला अध्याय में भी श्री कृष्ण ने, जो दुनियावी गीता है, भगवान ने उसको कहा मन मना भव, और आखिरी अध्याय में भी मन मनाभव कहा है, क्योंकि वही हमारा मन मनाभव पहला लेसन है, वो थ्योरी है, और लास्ट प्रैक्टिकल है. അപ്പൊ നമുക്കറിയാം ഏതൊരു പഠിത്തത്തിനും ഒരു ബേസിക് ഉണ്ടായിരിക്കും. ഇപ്പൊ ലൗകിക പഠിത്തത്തിനും ആദ്യത്തെ പ്രൈമറി ക്ലാസ്സുകൾ നമ്മുടെ ബേസിക്സ് ആണ്, അതെപ്പോഴും നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ ഇവിടെയും നമ്മുടെ ബേസിക്സ് ആണ് ആത്മബോധം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, ബാബ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ലെസണും ആത്മാഭിമാനി സ്ഥിതി, ലാസ്റ്റ് ലെസണും ആത്മാഭിമാനി സ്ഥിതി. അതാണ് ഗീതയിലും നമുക്കറിയാം, ഫസ്റ്റും മന്മനാഭവ എന്ന് എഴുതിയിട്ടുണ്ട്, ലാസ്റ്റും അധ്യായത്തിലും മന്മനാഭവ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ലെസൺ ആത്മാഭിമാനി സ്ഥിതി എന്ന് പറഞ്ഞാൽ അത് തിയറിയാണ്. ലാസ്റ്റ് ലെസൺ ആത്മാഭിമാനി സ്ഥിതി അത് നമ്മുടെ പ്രാക്ടിക്കൽ സ്വരൂപമായിട്ട് മാറുകയാണ്. इसीलिए आप देखेंगे, अगर ब्रह्मा बाबा का भी देखें, पीछे मुरली में भी आया था कि बाबा बनारस चला गया, मैं वो स्थान देखकर आई बनारस में, तो वहाँ उन्होंने फोटो भी सेंटर पे वाराणसी में लगा रखी है। तो बाबा ने वहाँ जाकर के दीवारों पर गोले बनाने की, मैं देह नहीं मैं आत्मा हूँ, ये यशोदा भी आत्मा है, ये निर्मल शांता भी आत्मा है, मानो बाबा ने आत्मा का अपने अंदर पाठ कितना पक्का किया।
आपने देखा है, फोटो देखा है? मैं बनारस जाके वो स्थान देखा है, स्थान देखा है जहाँ जहाँ बाबा गए। बाबा के फ्रेंड का घर है वो, तो बाबा का फ्रेंड था वो, उसके घर पे बाबा रहे। കഴിഞ്ഞ ഒരു മുരളിയിലെ ബാബ പറഞ്ഞിരുന്നല്ലോ, അതായത് സാക്ഷാത്കാരങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ബാബ ഏകാന്തതയ്ക്ക് വേണ്ടിയിട്ട് ബനാറസിൽ പോയി. അവിടെ പോയിട്ട് ബാബ ഇങ്ങനെ ചുമരിൽ എഴുതുമായിരുന്നു, ഞാൻ ആത്മാവാണ്, യശോദാത്മാവാണ് എന്നൊക്കെ എഴുതുമായിരുന്നു. അപ്പൊ ദീദി പറയാണ്, ഞാൻ ആ സ്ഥാനത്ത് പോയിട്ടുണ്ടായിരുന്നു, ബാബയുടെ ഫ്രണ്ടിന്റെ ഒരു സ്ഥാനമാണത്. അപ്പൊ ദീദി പോയിട്ട് ആ സ്ഥാനവും കണ്ടിരുന്നു പറയാണ്, പ്രാക്ടിക്കലി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സെന്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കൂ, ബാബ എത്രമാത്രം പരിശ്രമം ചെയ്തിട്ടുണ്ട് പാഠം പക്കയാകാൻ വേണ്ടി. അതുകൊണ്ടല്ലേ അങ്ങനെ എഴുതി വെച്ചത്. तो इसीलिए हमारे जगदीश भाई जी थे, उनसे कई बार मैं योग के ऊपर चर्चा करती थी, तो वो हमेशा मुझे यही कहते थे कि जब तक तुम अपने को आत्मा नहीं समझोगी तब तक तुम्हारा योग लगना असंभव है। इसलिए पहले अपने आप को ये पक्का करो कि मैं देह नहीं, मैं आत्मा हूँ. ദീദി പറയാണ്, ഈ യോഗത്തിന്റെ വിഷയത്തെ കുറിച്ചിട്ട് എപ്പോഴും മുമ്പ് ജഗദീഷ് ഭായിജി ആയിട്ട് ചർച്ച ചെയ്യുമായിരുന്നു. അപ്പൊ എപ്പോഴും ഭായിജി പറയുമായിരുന്നു, യോഗം ശരിയാകണമെങ്കിൽ ഫസ്റ്റ് ഞാൻ സ്വയം ആത്മാവാണ് എന്ന ആത്മസ്ഥിതിയിൽ ആദ്യം ദൃഢമാകണം, എന്നാലേ യോഗം ശരിയാകുള്ളൂ. ആത്മബോധം പക്കയാകണം. फिर आप देखेंगे जिस सेकंड आप आत्माभिमानी स्थिति में स्थित हो जाएंगे, तो जो बाबा कहता है सेकंड में, तो वो आप अपने अनादि स्वरूप में 1 सेकंड में स्थित हो जाएंगे, परम धाम में 1 सेकंड में चले जाएंगे, है ना, देवता स्वरूप में 1 सेकंड में चले जाएंगे. माना अब आपको बीज रूप अवस्था में जाने में फिर 1 सेकंड लगेगा. അതായത് യോഗം ചെയ്യാനിരിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, ആത്മബോധം നമ്മളിൽ ദൃഢമാകുന്നത് വരെ നമ്മൾ ആത്മാവാണ് എന്നുള്ള ആ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ശരിക്കും നമ്മൾ ആത്മബോധത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്കൊരു സെക്കൻഡിൽ മേലേക്ക് ബാബയുടെ അടുത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ. അനാദി സ്വരൂപത്തിൽ ബീജരൂപ സ്ഥിതിയിൽ പരംധാമത്തിൽ ആത്മാവായിട്ട് അനുഭവം ചെയ്യാൻ 1 സെക്കൻഡ് കൊണ്ട് നമുക്ക് സാധിക്കും. പക്ഷെ നമ്മുടെ ബേസ് എന്താണ്? ആത്മബോധം വളരെ പക്കയായിട്ട് അനുഭവം ചെയ്യണം. അതിനുശേഷമാണ് ശരിക്കും നമുക്ക് യോഗം ചെയ്യാൻ സാധിക്കുള്ളൂ. इसलिए कई बार बाबा मुरली में कहता भी है ये बात कि आत्मा का कनेक्शन है ही परमात्मा से. तो जैसे ही हम आत्मा समझेंगे अपने आप को, उसमें स्थिर हो जाएंगे. देखो, समझना नहीं है, समझ तो आ गया है हमें, उसमें स्थित होना है, उसमें स्थिर होना है. देयर इज अ डिफरेंस. हमने अंडरस्टैंड कर लिया है, लेकिन अंडरस्टैंड करते हुए भी हम उस कॉन्शियस में स्टेबल रहें, स्थिर रहें फॉर फ्यू सेकेंड्स. वो हम आत्मा समझते हैं, फिर बॉडी कॉन्शियस में आ जाते हैं. वो स्थिरता नहीं है, वो स्टेबिलिटी नहीं है. तो हमें सोल कॉन्शियस स्टेज में स्टेबल रहना है, स्थिर रहना है. वो जब हम करेंगे तो हमारे लिए आत्मा को कशिश अपने आप ही परम धाम और बाबा की ऑटोमेटिकली होगी. तो हम सेकंड में, जो बाबा कहता है लास्ट का पेपर सेकंड का है, तब हम वो सेकंड में हमारा लिंक जुड़ेगा. ശരിക്കും ആത്മാവിന് ബാബയെ ഓർമ്മിക്കാൻ ഒരു പ്രയാസവുമില്ല. ആത്മബോധത്തിൽ ഇരിക്കുന്ന നമുക്ക് ഓട്ടോമാറ്റിക്കലി ബാബയുടെ ഓർമ്മ, ആത്മാവിന്റെ അച്ഛനായിട്ടുള്ള ബാബയുടെ ഓർമ്മ തന്നെയാണ് വരിക. എവിടെയാണോ ബാബ ഇരിക്കുന്നത് പരംധാമത്തിന്റെ ഓർമ്മ വരും. പക്ഷേ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യോഗം ചെയ്യാനിരിക്കുമ്പോൾ ആദ്യം ചിന്തിക്കും ഞാൻ ആത്മാവാണെന്ന്. പക്ഷെ അടുത്ത സെക്കൻഡിൽ അപ്പോഴേക്കും നമ്മുടെ ബോധം ദേഹത്തിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ ആത്മബോധം സ്ഥായിയായിട്ട് നിലനിൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യണം. അപ്പോ ആത്മബോധം, ഞാൻ ആത്മാവാണ് എന്നുള്ള സ്ഥിതി ഉണ്ടല്ലോ, അത് സ്ഥായിയായിട്ട് നിലനിൽക്കണം. അത് സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓർമ്മ വരുന്നത് ബാബയെയും പരംധാമത്തെയും തന്നെയായിരിക്കും. അത് സ്ഥായിയായിട്ട് നിൽക്കാത്തതുകൊണ്ടാണ് പിന്നെ ഇടയിൽ വീണ്ടും ദേഹത്തിന്റെ ഓർമ്മ വന്ന് ദേഹത്തിന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്നത്.
जैसे बॉडी कॉन्शियस हमारे अंदर नेचुरल है, तो हमारे अंदर विकार सेकंड में आ जाते हैं। हमको फिजिकल वर्ल्ड में जाना बहुत इजी लगता है। अपने लौकिक घर में अभी भी मैं आपको बोलूँगी, मैंने तो लौकिक घर नाम लिया है, तो उसी से बहुत लोग पहुँच गए होंगे लौकिक घर। അതായത് ഏതുപോലെ നമുക്കറിയാം ഈ ശരീരത്തിന്റെ ബോധം വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഏതുപോലെ ദീദി പറയണ ലൗകിക വീട് എന്ന് പറഞ്ഞപ്പോഴേക്കും തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഓർമ്മ ലൗകിക വീട്ടിലേക്ക് പോയിട്ടുണ്ടാകും. അത്രയും നാച്ചുറൽ ആയിട്ട് നമ്മൾ ആ ദേഹബോധത്തില് ഫിസിക്കലായിട്ടുള്ള ആ ഒരു ബോധത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഏത് ബോധത്തിലാണോ നമ്മൾ ഇരിക്കുന്നത് നാച്ചുറൽ ആയിട്ട് അതിനോട് കണക്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും നമുക്ക് ഓർമ്മ വരിക. तो जैसे ही परम धाम का नाम ले तो हमारा माइंड उसी समय सेकंड में परम धाम में कनेक्ट हो जाए। जैसे मुरली सुनते सुनते ही बाबा स्वर्ग की बात कहे तो हम स्वर्ग से कनेक्ट हो जाए। बाबा परम धाम शब्द बोले तो हमारा माइंड वहाँ कनेक्ट हो जाना चाहिए। बाबा फरिश्ता बोले तो मैं उसी सेकंड उस स्वरूप में चली जाऊं। जैसे लौकिक किसी संबंधी का नाम लेते हैं, माँ बाप बंधु सखा या पति पत्नी या मेरा अपना ही नाम कोई लेता तो, या बच्चे का नाम उसको ले, तो हम कितनी जल्दी कनेक्ट हो जाते हैं वहाँ पर। അപ്പൊ അതുപോലെ ആത്മബോധത്തിൽ ഇരുന്ന് മുരളി കേൾക്കുകയാണെങ്കിൽ ബാബ പരംധാം എന്നുള്ള ശബ്ദം പറയുമ്പോഴേക്കും നമ്മുടെ ബുദ്ധി പരംധാമത്തിൽ കണക്റ്റഡ് ആയി. ഓട്ടോമാറ്റിക്കലി ബുദ്ധി പരംധാമത്തിലേക്ക് പോയി നമ്മൾ അനുഭവം ചെയ്യാണ് പരംധാമം. കാരണം നമ്മൾ ആത്മബോധത്തിലാണ്. അതുപോലെ ബാബ സ്വർഗം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബുദ്ധി സ്വർഗത്തിൽ പോയി നമ്മൾ അത് അനുഭവം ചെയ്യാണ്. കാരണം നമ്മുടെ ബുദ്ധി പെട്ടെന്ന് തന്നെ കണക്റ്റഡ് ആകുകയാണ്. അപ്പൊ ഇതുപോലെ നമുക്കറിയാം നമ്മൾ തീർത്തും ദേഹബോധത്തിലോ ലൗകിക ബോധത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബന്ധുമിത്രാദി കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും എത്ര പെട്ടെന്നാണ് നമ്മളിങ്ങനെ കണക്റ്റഡ് ആകുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ വേഗം ഓർമ്മ വരും. അപ്പോൾ ഏത് അവസ്ഥയിൽ ഇരിക്കുന്നു ആ അവസ്ഥയിൽ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നാച്ചുറൽ ആണ് ഓർമ്മ വരിക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ആത്മബോധം നമ്മളിൽ സ്ഥായിയായിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് പരംധാമത്തിന്റെ ഓർമ്മ, ബാബയുടെ ഓർമ്മ, സ്വർഗത്തിന്റെ ഓർമ്മയൊക്കെ നമുക്ക് സെക്കൻഡിൽ അനുഭവം ചെയ്യാൻ പറ്റും. तो सार बात का ये है कि बाबा कहते हैं ना सहज योग है, तो योग तो सचमुच सहज है, लेकिन अपने को आत्मा समझने में हमें मेहनत करनी है। जब हम अपने को आत्मिक स्थिति में स्थित कर लेंगे तो योग तो सेकंड का खेल है, फिर तो ये सचमुच में सहज योग है। तो हमें बाबा को याद करने की मेहनत नहीं करनी है। मेहनत क्या करनी है? अपने को आत्मा निश्चित करने की, उस स्थिति में उस स्वरूप में स्थित होने की हमें मेहनत करनी है. ഇപ്പൊ ബാബ പറയാറുണ്ടല്ലോ സഹജ യോഗമാണെന്ന്. ഇപ്പൊ വാസ്തവത്തിൽ യോഗം വളരെ സഹജമാണ്. ബാബയെ ഓർമ്മിക്കാൻ യാതൊരു പരിശ്രമവും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പരിശ്രമം അതിനല്ല വരുന്നത്. പരിശ്രമം വരുന്നത് മുഴുവൻ എവിടെയാണ്? സ്വയം ആത്മാവാണ് എന്ന ബോധത്തിൽ ഇരിക്കാനാണ്. കാരണം നമുക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, ആത്മാവിന്റെ അറിവുണ്ട്, ബാബയുടെ അറിവുണ്ട്, അറിവില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ആ ബോധത്തിൽ സ്ഥായിയായിട്ട് വരാനുള്ള ഒരു പരിശ്രമം. അല്ലാതെ ഓൾറെഡി നമ്മൾ ആത്മബോധത്തിൽ സ്ഥായിയായി കഴിഞ്ഞാൽ, ആ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ ബാബയെ ഓർമ്മിക്കാൻ പിന്നെ ഒരു പ്രയാസമില്ല. സഹജമായിട്ട് ബാബയുടെ ഓർമ്മ വരും. അതുകൊണ്ട് ഓർമ്മ സഹജമാണ്. പരിശ്രമം മുഴുവനും ഉള്ളത് ആത്മബോധത്തിൽ നമ്മളെ സ്ഥായിയായിട്ട് നിലനിർത്താനാണ്. അതാണ് ആദ്യത്തെ കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത്, ആത്മബോധത്തിൽ സ്ഥായിയാകാൻ. ഓം ശാന്തി.